നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. കർഷക പ്രതിഷേധത്തിൽ തലസ്ഥാനത്ത് അസാധാരണമായ സംഭവങ്ങൾ. ദില്ലി നഗരം യുദ്ധക്കളമായി. ട്രാക്ടർ റാലിയിൽ പ്രതീക്ഷിച്ചതിലും വലിയ ജനപങ്കാളിത്തമുണ്ടായി. പോലീസ് സ്ഥാപിച്ച എല്ലാ തടസ്സങ്ങളും ഭേദിച്ച് മുന്നേറിയ കർഷകർ ചെങ്കോട്ടയിൽ കൊടിയുയർത്തി. ദില്ലി നഗരത്തിലേക്ക് കടന്നുകയറിയ കർഷകർ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകളും കോൺക്രീറ്റ് ബ്ലോക്കുകളും തട്ടി നീക്കി. തുടർന്ന് കർഷകർ പോലീസുമായി തുടർച്ചയായി ഏറ്റുമുട്ടി. പ്രക്ഷോഭകരെ നിയന്ത്രിക്കാൻ പോലീസ് ലാത്തിച്ചാർജും കണ്ണീർ വാതക പ്രയോഗവും നടത്തി. സുപ്രധാന സർക്കാർ ഓഫീസുകൾ നിലകൊള്ളുന്ന പ്രദേശമായ ITO യുദ്ധസമാന സ്ഥിതിവിശേഷത്തിലെത്തി. കർഷകരും പോലീസും തമ്മിൽ കല്ലേറ് നടന്നു. ജനക്കൂട്ടത്തിനിടയിലേക്ക് അതിവേഗം ട്രാക്ടർ ഓടിച്ച് പ്രകോപനമുണ്ടാക്കാനും ശ്രമമുണ്ടായി. ഇതിനിടെ ITOയിൽ പോലീസ് വെടിയേറ്റ് കർഷകൻ മരിച്ചു. പോലീസിന്റെ വെടിയേറ്റപ്പോൾ ട്രാക്ടറിന് ബാലൻസ് തെറ്റുകയായിരുന്നുവെന്ന് സഹോദരനും ദൃക്സാക്ഷികളും പറയുന്നു. കർഷകന്റെ തലച്ചോറ് പുറത്തായ നിലയിലാണ്. കണ്ണിന്റെയും മുഖങ്ങളുടെയും ഭാഗങ്ങൾ തകർന്നു. എന്നാൽ ട്രാക്ടർ മറിഞ്ഞാണ് മരണമെന്ന് പോലീസ് പറയുന്നു. സമരം കടുത്തപ്പോൾ പ്രതിരോധത്തിനായി പോലീസ് ഇന്റർനെറ്റ് വിച്ഛേദിച്ചു. കർഷക സമരം നടക്കുന്ന സ്ഥലങ്ങളായ സിംഗു, തിക്രി, ഗാസിപൂർ അതിർത്തി മേഖലകളാണ് ഇന്റർനെറ്റ് മുക്തമാക്കിയത്. അതേസമയം ട്രാക്ടർ റാലിയിൽ നഗരത്തിലേക്ക് പ്രവേശിച്ചവരെ സംയുക്ത സമരസമിതി തള്ളി. വിലക്ക് ലംഘിച്ചത് BKU ഉഗ്രഹാൻ, കിസാൻ മസ്ദൂർ സംഘ്. ഇവർക്ക് സംയുക്ത സമരസമിതിയുമായി ബന്ധമില്ലെന്ന വിശദീകരണം വന്നു. റിപ്പോർട്ടർ, നാഷണൽ ഡെസ്ക്. ട്രാക്ടറുമായി മുന്നേറിയ കർഷകർ ചെങ്കോട്ടയിൽ കയറി കൊടിമരത്തിൽ പതാക ഉയർത്തി. ചെങ്കോട്ടയിൽ കയറിയ കർഷകരെ തടയാൻ പോലീസിന് സാധിച്ചില്ല. ആയിരക്കണക്കിന് കർഷകരാണ് പതാകകളും മുദ്രാവാക്യങ്ങളുമായി ചെങ്കോട്ടയിൽ പ്രവേശിച്ചത്. രാവിലെ 8:30 കൂടിയാണ് രാജ്യം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അവകാശ പോരാട്ടത്തിന് തുടക്കമായത്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ചെങ്കോട്ടയിലെ രാംലീല മൈതാനത്തേക്ക് ആയിരക്കണക്കിന് ട്രാക്ടറുമായി കർഷകർ ഇരച്ചുകയറി. 100 കണക്കിന് പോലീസ് പ്രതിരോധ വലയം തീർത്തെങ്കിലും ദില്ലിയിലെ അതിശൈത്യത്തിന് പോലും തണുപ്പിക്കാനാവാത്ത കർഷകരുടെ രോക്ഷത്തെ അടക്കാൻ ദില്ലി പോലീസിനായില്ല. ദേശീയ പതാകയും കർഷക പതാകയും കൈയിലേന്തി ബാരിക്കേഡുകൾ തകർത്ത് കർഷകർ ചെങ്കോട്ടയുടെ അകത്തളത്തിൽ പ്രവേശിച്ചു. കോട്ടയുടെ മുമ്പിലുള്ള കൊടിമരത്തിലേക്ക് കർഷക പതാകയുമായി വലിഞ്ഞു കയറിയ ഒരു കർഷകൻ പ്രധാനമന്ത്രി ഉയർത്തിയ ദേശീയ പതാകയുടെ മുന്നിലായി കർഷക പതാക ഉയർത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് കർഷക കോട്ടയായി മാറി. ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ചെങ്കോട്ടയിൽ ഇത്തരമൊരു സംഭവം നടക്കുന്നത്. ചെങ്കോട്ടയിൽ കർഷക സമരത്തിന്റെ മറവിൽ നുഴഞ്ഞുകയറിയത് രാഷ്ട്രീയ പാർട്ടികളും ക്രിമിനലുകളുമാണെന്നാണ് സംയുക്ത കിസാൻ നേതാക്കൾ പറയുന്നത്. സംഭവത്തിൽ കർഷക സംഘടനകൾ ഖേദവും പ്രകടിപ്പിച്ചു. നാഷണൽ ഡെസ്ക്, റിപ്പോർട്ടർ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം പ്രൊഫസർ KV തോമസ്, സദാനന്ദ മാഷ BJP നേതാവ്, A ഷുക്കൂർ, ഒപ്പം തന്നെ P കൃഷ്ണപ്രസാദ് എന്നിവരാണ് വിവിധ ഇടങ്ങളിൽ നിന്നും നമ്മോടൊപ്പം തത്സമയം ചേരുന്നത്. ആദ്യം മുൻ ഭക്ഷ്യ മന്ത്രി KV തോമസ് നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ KV തോമസ്, അക്രമാസക്തമായ സമരം, ഒരുപക്ഷെ 6 മാസമായി കർഷകർ സമാധാനപരമായി സമരം നടത്തുകയാണ്. 2 മാസമായി ദില്ലിയിൽ തമ്പടിച്ച് സമരം നടത്തുന്നു. ഈ സമരത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അത് സമാധാനപരമായിരുന്നു എന്നുള്ളതാണ് എന്ന് ഇപ്പോൾ കർഷക സംഘടനകൾ തന്നെ പറയുന്നു. അതിനിടയിലാണ് ITO വരെ എത്തി. ITOയിലെത്തി, അത് കഴിഞ്ഞതിന് ശേഷം കൊണോട്ട് പ്ലേസിലെത്തി, അത് കഴിഞ്ഞ് ചെങ്കോട്ടയിൽ കൊടിയുയർത്തുന്ന രീതിയിലേക്ക് സമരം വ്യാപിച്ചത്. ഇത് ശരിയായ സമരമാർഗമാണോ? ഇന്ന് 72ാം റിപ്പബ്ലിക് ദിനമാണ്. ഓരോ ഭാരതീയനും അഭിമാനിക്കേണ്ട ദിവസമാണ്. പക്ഷേ ഇന്ന് കർഷക സമരം നമ്മളെല്ലാം ദുഃഖിതരായി. കഴിഞ്ഞ 6 മാസങ്ങളായി കർഷകർ ഡൽഹിക്ക് ചുറ്റും അണിനിരന്ന് അവരുടെ ന്യായമായ അവകാശങ്ങൾ, അതിനാരും തർക്കം പറയുന്ന കാര്യം, BJP ഒഴിച്ച് ആരും അത് തർക്കിക്കുന്നില്ല. കർഷക സമൂഹം ഒന്നിച്ചു നിൽക്കുകയാണ്. ഗവൺമെന്റ് അത് കണ്ണെടുക്കുക. ഇപ്പോൾ അവര് ഡൽഹിയിലേക്ക് കയറി. ഒരു ഭാഗത്ത് ട്രംപിന്റെ പരേഡ് നടക്കുമ്പോൾ ഇപ്പുറത്തെ കർഷകരുടെ പരേഡാണ്. ഇതെങ്കിലും ഗവൺമെന്റ് കണ്ണു തുറക്കണം.
ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാകയാണ്. ഇപ്പൊ ഗവൺമെന്റ് ആഗ്രഹിച്ചതുപോലെയല്ലേ കാര്യങ്ങൾ നടന്നത്? ഈ സമരം ഒന്ന് അക്രമാസക്തമായി കാണാൻ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എങ്കിലേ ഈ സമരം ഇല്ലായ്മ ചെയ്യാൻ സാധിക്കൂ. ഇപ്പൊ ഗവൺമെന്റ് ആഗ്രഹിക്കുന്ന പോലെയല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോയത്? ഒരിക്കലുമല്ല. ജനങ്ങളുടെ വികാരം, കർഷകരുടെ വികാരം മനസ്സിലാക്കാൻ ഗവൺമെന്റ് കഴിയണം. ഗവൺമെന്റിന്റെ പാത തെറ്റിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, ഈ രാജ്യത്ത് കോടാനുകോടി ജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന കർഷകരാണ്. ഓർക്കണം, സ്വാതന്ത്ര്യം നേടുന്ന 1947 അത് നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവരണം. ഇന്നത് മാറി. ഇന്ന് നമുക്ക് സ്വയം ഉത്പാദിപ്പിക്കാൻ കഴിയും, മറ്റു രാജ്യങ്ങൾക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയും. ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ടുവന്ന രാജ്യമാണ്. എല്ലാവർക്കും ഭക്ഷണം, ഈ കോവിഡ് കാലഘട്ടത്തിലുള്ള ഭക്ഷണം നൽകിയ രാജ്യമാണ്. അങ്ങനെയുള്ള കർഷകരുടെ കണ്ണടക്കാന്ന് വെച്ചാൽ അത് ഈ 1-2 സംഭവങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടാവുന്ന കാര്യമല്ല. ശരി, ദയവായി തുടരുക. പി കൃഷ്ണപ്രസാദ്, ശ്രീ പി കൃഷ്ണപ്രസാദ്, ഈ ട്രാക്ടർ റാലി പിൻവലിച്ചോ? ട്രാക്ടർ റാലിയിൽ പങ്കെടുത്ത ട്രാക്ടറുകളോട് പിൻവാങ്ങാൻ ആവശ്യപ്പെട്ടോ സംയുക്ത സമരസമിതി? ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ കർഷകരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ട്രാക്ടർ മാർച്ചിൽ ഏതാണ്ട് ഞങ്ങളുടെ പ്രതീക്ഷകളെ കവിഞ്ഞ വലിയ പങ്കാളിത്തമാണ് ഉണ്ടായിട്ടുള്ളത്. അത് മീഡിയ എല്ലാം തന്നെ രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം ട്രാക്ടറുകൾ ഈ മാർച്ചിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നു എന്നുള്ളതാണ്. മിനിഞ്ഞാന്ന് തന്നെ ഏതാണ്ട് 28 കിലോമീറ്റർ മുകളിൽ പാനിപ്പത്ത് വരെ ട്രാക്ടറുകൾ നിരന്നിരുന്നു. അതുപോലെ ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും അത് ഏതാണ്ട് 55 കിലോമീറ്ററോളം ദൂരത്തിൽ ഒരു റൂട്ടിൽ മാത്രം ട്രാക്ടറുകൾ നിരക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇന്ന് ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളുടെ കൂടെ പശ്ചാത്തലത്തിൽ ഈ ട്രാക്ടർ റാലി വൈകുന്നേരം 6 മണിക്ക് ശേഷം, ഇരുട്ടായതിനു ശേഷം ഉള്ള ആളുകൾ ട്രാക്ടർ റാലിയിൽ പങ്കെടുത്തു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സ്വയം പിരിയുക എന്ന രൂപത്തിൽ തീരുമാനമെടുത്തിരിക്കുകയാണ്. അതല്ലെങ്കിൽ ഈ റാലി 2 ദിവസം കഴിഞ്ഞാലും, ഡൽഹി പോലീസിന്റെ കണക്കുകൾ അനുസരിച്ച് 48 മണിക്കൂർ എന്നുള്ളത് അവർ നേരത്തെ പറഞ്ഞത്, 72 മണിക്കൂറെങ്കിലും എടുത്താൽ മാത്രമേ ഈ ട്രാക്ടറുകൾക്കെല്ലാം റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നാണ് അവർ നമ്മൾ അറിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാലോചന നടത്തി 6 മണിക്ക് ഈ ട്രാക്ടർ റാലിയിൽ പങ്കെടുത്തതായി സ്വയം കണക്കാക്കി അവിടെ നിന്ന് തന്നെ സ്വയം പിരിയുക എന്ന തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ഈ ട്രാക്ടറുകളെല്ലാം പിരിഞ്ഞ് കഴിയണമെങ്കിൽ പോലും നാളെ ഉച്ചയെങ്കിലും കഴിയും. എങ്കിൽ മാത്രമേ ഈ പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് തിരിച്ചു പോകാൻ വേണ്ടി കഴിയുള്ളൂ. അത്രയും വലിയ ജാമായി മാറിയിരിക്കുകയാണ് ഈ 3 റൂട്ടുകൾ. ഈ അക്രമ സംഭവങ്ങളെ തുടർന്ന് ട്രാക്ടർ റാലി പിൻവലിക്കാൻ നിങ്ങൾ നിർബന്ധിതമായതല്ലേ? തീർച്ചയായും അല്ല. ട്രാക്ടർ റാലിയുടെ പങ്കാളിത്തവും അത് മൂലമുണ്ടാകാൻ വേണ്ടി പോകുന്ന പ്രതിസന്ധിയും നാളെയും മറ്റന്നാളും തുടരും എന്ന് ഉള്ള റിപ്പോർട്ടുകളുടെയും പോലീസിന്റെ നിഗമനങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഞങ്ങളും അത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ വിജയം എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ മുഴുവൻ, ഇപ്പോൾ ആസാമിലും മണിപ്പൂരിലും അടക്കം, കാശ്മീരിൽ, ഗുജറാത്തിൽ, കേരളത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും ട്രാക്ടർ റാലി നടന്നു. അപ്പൊ ഇന്ത്യയിലാകെയുള്ള ഒരു സമരമായി ഈ സമരം മാറിക്കഴിഞ്ഞു. ജനുവരി 26-ന് റിപ്പബ്ലിക് ദിനത്തിൽ 72 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി കർഷകരുടെ റിപ്പബ്ലിക് പരേഡ് നടന്നിരിക്കുകയാണ്. അത് 72 വർഷത്തെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനപങ്കാളിത്തമുള്ള സമരമായി, ഏറ്റവും വലിയ മാസ് പാർട്ടിസിപ്പേഷൻ ഉള്ള സമരമായി ഈ സമരം ഇന്ന് മാറിയിരിക്കുകയാണ്. ഇന്ത്യ ചരിത്രം കുറിച്ചിരിക്കുന്ന സമര ദിവസമായിട്ടാണെന്ന് മാറിയത്. നോക്കൂ, ആ സമരത്തെ എല്ലാവരും ആദരിക്കുന്നു ശ്രീ പി കൃഷ്ണപ്രസാദ്, ഒരു തർക്കവുമില്ല. പക്ഷേ ഇന്നിപ്പോൾ ലാൽഖിലയിൽ ഇന്ത്യൻ പതാക പാറിക്കളിക്കേണ്ടിടത്ത് വേറെ പതാകകൾ വരുന്നത്, ഇതായിപ്പോൾ പാകിസ്ഥാൻ ഫസ്റ്റ് എന്ന ഒരു ചാനല് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്, ഇന്ത്യൻ ഫ്ലാഗ് റിമൂവ്ഡ്, ഫ്ലാഗ് ഓഫ് ഖലിസ്ഥാൻ ഈസ് വേവിങ് ഓൺ റെഡ് ഫോർട്ട് എന്നാണ്. അതായത് റെഡ് ഫോർട്ടിൽ ഇന്ത്യൻ പതാകയ്ക്ക് പകരം ഖലിസ്ഥാൻ പതാക പാറുന്നു എന്നാണ് ആ പാകിസ്ഥാൻ ചാനൽ വാർത്തയായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ലോകത്തിൻ്റെ മുന്നിൽ നമുക്ക് എന്താണോ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞത്, എംബറാസ്മെന്റ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ആ എംബറാസ്മെന്റ് ഉണ്ടായോ? ആ എംബറാസ്മെന്റ് എന്നുള്ളത് ഒരു വസ്തുതയാണല്ലോ. എന്താണ് നടന്നത് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ വസ്തുതകളായി വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി റെഡ് ഫോർട്ടിൽ 70 വർഷത്തിൽ ആദ്യമായി ദേശീയ പതാകയ്ക്ക് പകരം മറ്റൊരു പതാക അവിടെ പാറിയിരിക്കുന്നു എന്നുള്ളത് വന്നിരിക്കുക. അത് സംബന്ധിച്ച് കർഷക പ്രസ്ഥാനത്തിന്റെ, SKMന്റെ, സംയുക്ത കിസാൻ സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ആരും അത്തരത്തിലുള്ള ഒരു സമരവും പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഈ സംഭവവുമായി യാതൊരു വിധത്തിലും
ഈ പറഞ്ഞ കർഷക പ്രസ്ഥാനത്തിന്റെ ആഹ്വാനമില്ല എന്നും ഞങ്ങൾ ആ സംഭവത്തോട് ഡിസോസിയേറ്റ് ചെയ്യുകയെന്ന് പരസ്യമായി ഞങ്ങൾ പറയുകയും അത് ഈ സൂചിപ്പിച്ച രൂപത്തിൽ തന്നെ തെറ്റായ നടപടിയാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഞങ്ങൾ പ്രഖ്യാപിച്ച സമരം അല്ല ഇത്, മറിച്ച് ഈ സമരത്തിന്റെ ഉത്തരവാദിത്വം ഗവൺമെന്റാണ് പറയേണ്ടത്. കാരണം ഇന്നിപ്പോ വെറും ഒരു സംഘടന പറയുന്ന സമരമായിട്ടല്ല ഇന്ന് സമരം വന്നിരിക്കുന്നത്. ഒരു ബഹുജന സമരമായ സമരം മാറിയിരിക്കുക. ബഹുജനങ്ങൾ വന്ന് സമരം ഏറ്റെടുക്കുക, കർഷകരാകെ വന്ന് സമരം ഏറ്റെടുക്കുക. ഏതെങ്കിലും ഒരു സംഘടന പ്രഖ്യാപിച്ച രൂപത്തിലല്ല ഈ മാർച്ച് നടക്കുന്നത് എന്ന രൂപത്തിലേക്ക്, ഈ മാർച്ചിൽ തന്നെ വലിയ രൂപത്തിലേക്ക് ജനപങ്കാളിത്തം ഉണ്ടാവുകയും ആ പങ്കാളിത്തത്തോടെ ബഹുജനങ്ങളാകെ, കർഷക ജനങ്ങളാകെ ഇതിലൂടെ ശ്രീ കൃഷ്ണപ്രസാദ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്താണ്? ഒരു കൂട്ടായ നേതൃത്വം ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. സാമൂഹ്യ വിരുദ്ധർ നുഴഞ്ഞു കയറി എന്നിട്ട് ഈ അക്രമ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കിയെന്ന്. അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്, നോക്കൂ, ദില്ലി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യ തലസ്ഥാനമാണ്. ഇന്ന് 72ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. വലിയ നിലയിൽ VIP സാന്നിധ്യം ഇന്ന് അവിടെയുണ്ട്. മാത്രമല്ല ലോകം ഇന്ന് ദില്ലിയെ ഉറ്റുനോക്കുന്ന ദിവസമാണ്. ലോകം ഒരുപക്ഷെ ഇംഗ്ലണ്ടിൻ്റെ പ്രധാനമന്ത്രി ഇന്ന് വരേണ്ടതായിരുന്നു. അവിടെ ഒരു വൈറസിൻ്റെ മ്യൂട്ടേഷൻ സംഭവിച്ചതുകൊണ്ടും അവിടെ അതിഗുരുതരമായ സ്ഥിതിവിശേഷം ഉള്ളതുകൊണ്ടും മാത്രം വരാതിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഒരു സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികളൊന്നും നിങ്ങൾ സമരം ചെയ്യരുതെന്നോ നിങ്ങളുടെ സമരത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങളോ ഒന്നും ആരും തള്ളിപ്പറയില്ല ശ്രീ പി കൃഷ്ണപ്രസാദ്. പക്ഷേ ഇന്നേ ദിവസം തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ അവസാനം സമരം അക്രമാസക്തമായപ്പോൾ പറയുകയാണ് ഇതിൽ സാമൂഹ്യ വിരുദ്ധർ നുഴഞ്ഞു കയറി അവരാണ് അക്രമം സൃഷ്ടിച്ചതെന്ന്. ഒരു ഉത്തരവാദിത്വം ഇല്ലേ? ഞങ്ങൾ അങ്ങനെ യാതൊരു വിധത്തിലും ഈ പറഞ്ഞ ഞങ്ങളുടെ സമരത്തിൽ ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറിയിട്ടില്ല. ഞങ്ങൾ മാത്രമല്ല ഇവിടെ സമരം നടത്തുന്നത്. ഇവിടെ സമരം നടത്തിയിരിക്കുന്ന ഈ ദീപ് സന്ധു എന്ന് പറയുന്നത് BJP-യുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ സംഘടനകളാണ്. അത്തരം സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ സൂചിപ്പിച്ച രൂപത്തിലേക്ക് ഒരു പതാക അവിടെ ഉയർന്നിട്ടുള്ളതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് അന്വേഷിക്കേണ്ടത് ഗവൺമെന്റാണ്. ഇവിടെ സമരം നടത്തുന്ന ഞങ്ങളുടെ സംഘടന നടത്തിയ സമരം ഇതല്ല. ഞങ്ങൾക്ക് ആ സമരവുമായിട്ട് ബന്ധമില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ ഉത്തരവാദികളാവും. ഈ സമരത്തിൽ ഈ പറഞ്ഞ ജനുവരി 26 അവിടെ പതാക പാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം പറയേണ്ടത് ഗവൺമെന്റാണ്. ഗവൺമെന്റ് ഇന്റലിജൻസ് ഇല്ലേ, മുൻകൂട്ടി മനസ്സിലാക്കണ്ടേ? ആ സമരത്തിന്റെ ഭാഗത്തുമായി പോയത് ഏത് സംഘടനയാണ് നേതൃത്വം കൊടുക്കുന്നത് അവർ കണ്ടുപിടിക്കട്ടെ. ആരാണ് ദീപ് സന്ധു എന്നുള്ളത് കണ്ടുപിടിക്കട്ടെ. ആ രൂപത്തിൽ അദ്ദേഹവും പ്രധാനമന്ത്രിയുമായി ചേർന്നുള്ള ഫോട്ടോകൾ ഇന്ന് വരുന്നുണ്ട്. അതവർ കണ്ടുപിടിക്കട്ടെ. ശ്രീ സദാനന്ദ മാഷ്, യഥാർത്ഥത്തില് സമരം ഇങ്ങനെ ആകണമെന്നുള്ള RSSന്റെ സംഘപരിവാറിന്റെ കേന്ദ്ര സർക്കാരിന്റെ ആഗ്രഹം പോലെ സംഘപരിവാർ അഫിലിയേറ്റഡ് ആയിട്ടുള്ള കർഷക സംഘടനയാണോ ഇന്ന് ചെങ്കോട്ട കീഴടക്കിയത്? ചെങ്കോട്ടയിലെ ഇന്ത്യൻ പതാകയല്ലാത്ത മറ്റൊരു പതാക പാറിച്ചത്? ഒരു മിനിറ്റ്, ഞാൻ ചോദിച്ചത് ശ്രീ സദാനന്ദ മാസ്റ്ററോടാണ്. ഞാൻ മടങ്ങിയെത്താം ശ്രീ കൃഷ്ണപ്രസാദ് താങ്കളിലേക്ക്. ശ്രീ സദാനന്ദ മാസ്റ്റർ, ശ്രീ കൃഷ്ണപ്രസാദ് ഞാൻ മടങ്ങിയെത്താം. ഒരു ഘട്ടത്തിൽ കൂടി ഞാൻ താങ്കളിലേക്ക് വരുന്നുണ്ട്. ശ്രീ സദാനന്ദ മാസ്റ്റർ മറുപടി. നികേഷ്, എനിക്ക് താങ്കൾ പറഞ്ഞത് മനസ്സിലായില്ല. എന്റെ ചോദ്യം ഇപ്പോ ഒരു സംഘടനയുടെ പേര് പറഞ്ഞ് ശ്രീ പി കൃഷ്ണപ്രസാദ് പറയുന്നത് ആ സംഘടനയാണ് അവിടെ ചെങ്കോട്ടയിൽ കടന്നു കയറിയത് എന്ന്. അല്ല, അത് നികേഷിന് അതിന് കൊടുത്ത വ്യാഖ്യാനം സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള സംഘടന എന്നാണോ നികേഷ് ഉദ്ദേശിച്ചത്? അല്ല, സംഘപരിവാർ അഫിലിയേറ്റഡ് ആയിട്ടുള്ള സംഘടന RSSന്റെ കർഷക സംഘടനയുടെ പേരെന്താ? ഞാനിപ്പോ വേണമെങ്കിൽ കണ്ടുപിടിച്ചു തരാം. RSSന്റെ കർഷക സംഘടനയുടെ പേര്, അല്ലെങ്കിൽ RSSുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കർഷക സംഘടനയുടെ പേര് ഭാരതീയ കിസാൻ സംഘ് എന്നാണ്. ഭാരതീയ കിസാൻ സംഘ് ഈ കർഷക സമരത്തിന്റെ ഭാഗമല്ല. അപ്പൊ നികേഷിന്റെ അല്ല, എന്റെ സംശയമല്ല, ഇത് ശ്രീ പി കൃഷ്ണപ്രസാദാണ്. കൃഷ്ണപ്രസാദ് പറഞ്ഞപ്പോഴാണ് ഞാനിത് കേട്ടത്. ഞാനത് പ്രിപ്പയർഡ് അല്ല, അതുകൊണ്ടാണ് ഭാരതീയ പിന്നെ ഏത് സംഘടനയുടെ പേര്? പിന്നെ ഏത് സംഘടനയുടെ കാര്യം എന്നെ പറയാൻ ചോദിക്കൂ. ഞാൻ പേര് പറഞ്ഞത് സംഘടനയുടെ പേരല്ല, ഞാൻ പറഞ്ഞത് വ്യക്തിയുടെ പേരാണ്. ദീപ് സന്ധു എന്ന് പറയുന്ന കർഷക സംഘർഷ സമിതി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതൃത്വം, ആ നേതൃത്വം ഈ SKMന്റെ ഭാഗമല്ല. അവർ ഈ സമരത്തിന് പുറത്ത് പോയി സമരം ചെയ്യുകയാണ്. അവർക്ക് ഗവൺമെന്റുമായിട്ട് പോലീസുമായിട്ട് അവർ റൂട്ട് പ്ലാൻ അംഗീകരിച്ചില്ല. ആ അംഗീകരിക്കാതിരുന്നതിന് ഞങ്ങളോട് പോലീസ് വന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു അവർ ഞങ്ങളുടെ ഭാഗമല്ല, നിങ്ങൾ അവരോട് വേറെ സംസാരിച്ചോളണം. അദ്ദേഹത്തിന്റെ പേര് ദീപ് സന്ധു എന്നാണ്. അദ്ദേഹവും പ്രധാനമന്ത്രിയും കൂടെ നിൽക്കുന്ന ഫോട്ടോ ഇന്ന് എല്ലാ കർഷകരുടെ ഗ്രൂപ്പുകളിലും വന്നിട്ടുണ്ട്.
ഞങ്ങൾ ഈ സമരത്തിൽ പറഞ്ഞ മുദ്രാവാക്യം ഇതാണ്: സമാധാനപരമായി മാർച്ച് നടന്നാൽ കർഷകരുടെ വിജയം. ശരി, അവിടെ നിൽക്കട്ടെ. ഞാൻ മടങ്ങിയെത്താം. ശ്രീ സദാനന്ദ മാസ്റ്റർ അത്രയേ പറഞ്ഞുള്ളൂ. ദീപ് സന്ധു, കർഷക സംഘർഷ സമിതിയുടെ ദീപ് സന്ധുവിന് പ്രധാനമന്ത്രിയുമായുള്ള ബന്ധം സംശയാസ്പദമാണ്. ഇയാളാണത്രേ പ്രശ്നം ഉണ്ടാക്കിയത്. അങ്ങനെയല്ലേ കൃഷ്ണപ്രസാദ് പറഞ്ഞു? അതെ, തീർച്ചയായും ദീപ് സന്ധുവിന്റെ സംഘടന, ആ സംഘടനയുടെ നേതൃത്വത്തിൽ ഇന്ന് അവിടെ സിഖ് ധർമ്മത്തിൻ്റെതായ പതാകയാണ് ഉയർത്തിയിട്ടുള്ളത്. ആ സിഖ് ധർമ്മത്തിന്റെ പതാക ഉയർത്തിയത് എന്തിനാണ്? കർഷക പതാക എല്ലാവരും ഉയർത്തിയിട്ടുള്ളത്. നിഷാൻ സാഹിബ് എന്നാണ് ആ പതാക. നിഷാൻ സാഹിബ്, കാവി നിറത്തിൽ ത്രികോണാകൃതിയിലുള്ള നിഷാൻ സാഹിബിന് ഖാലിസ്ഥാൻ വാദവുമായി ബന്ധമില്ല. സിഖിസത്തെ പ്രതിനിധീകരിക്കുന്ന പതാക മാത്രമാണ് നിഷാൻ സാഹിബ്. ശരി, പക്ഷേ ഞാൻ ഇനി പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ ശ്രീ സാർ. അപ്പോ ഏതായാലും ഈ സംഘടന രാഷ്ട്രീയ സ്വയംസേവക സംഘവുമായി അഫിലിയേറ്റ് ചെയ്ത സംഘടനയാണ് എന്ന നികേഷിന്റെ ധാരണ മാറിയല്ലോ. തീർച്ചയായിട്ടും മാറി. ശരി. അപ്പൊ ഈ ദീപ് സന്ധു എന്ന ആള് നയിക്കുന്ന സംഘടനയെ കുറിച്ച് എനിക്കുള്ള വിവരം, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത്, സിക്സ് ഫോർ ജസ്റ്റിസ് എന്ന പേരിൽ പഞ്ചാബിൽ പ്രവർത്തിക്കുന്ന സിഖുകാരുടെ ഒരു സംഘടനയാണ്. മാത്രവുമല്ല, സിഖ് തീവ്രവാദത്തെ ഒരു പരിധിവരെ അംഗീകരിക്കുകയും ഖാലിസ്ഥാൻ വാദത്തെ ധാർമ്മികമായി പിന്തുണയ്ക്കുകയും ചെയ്യുന്നവരാണ് ഈ സംഘടന എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ സംഘടനയുടെ തലവനായി ഇവിടെ ദീപ് സന്ധു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാഗ്ദാനം സമര സഖാക്കൾക്ക് കൊടുത്തിരുന്നു. അതായത്, ചെങ്കോട്ടയിൽ ദേശീയ പതാകയ്ക്ക് പകരം ഖാലിസ്ഥാൻ പതാക ഉയർത്തുന്നവർക്ക് കോടികൾ ഇനാം നൽകും എന്നുള്ള ഒരു വാഗ്ദാനം അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിരുന്നു എന്ന വിവരമുണ്ട്. ആ ആഹ്വാനം അല്ലെങ്കിൽ ആ വാഗ്ദാനം എന്ന കെണിയിൽ പെട്ടുകൊണ്ട് കുറേയധികം ആളുകൾ ചെങ്കോട്ടയിൽ 10-20ഓളം ബഹുമാന്യനായ ശ്രീ കൃഷ്ണപ്രസാദ് തന്നെ മാധ്യമങ്ങളോട് അത് പറഞ്ഞതായി ഞാൻ വായിക്കുകയാണ്. അതായത് 20ഓളം വരുന്ന ട്രാക്ടറുകളാണ് ചെങ്കോട്ടയിലേക്ക് കടന്നു കയറിയത്. അവരുടെ കൂട്ടത്തിൽ കുറെ ആളുകൾ കാൽനടയായും സഞ്ചരിച്ചിരുന്നു. അവരെല്ലാം ചേർന്നുകൊണ്ടാണ് ചെങ്കോട്ടയിൽ ഈ ഖാലിസ്ഥാൻ പതാക എന്ന് പറയപ്പെടുന്ന, എനിക്കറിയില്ല, ഇതിന്റെ ആധികാരികത ഞാൻ പരിശോധിച്ചിട്ടില്ല, ഖാലിസ്ഥാൻ പതാകയാണെന്ന് പറയപ്പെടുന്നുണ്ട്. നമുക്ക് അന്വേഷിക്കാം എന്താണ് എന്നുള്ളത്. അപ്പൊ ഏതായാലും അത്തരത്തിൽ ഖാലിസ്ഥാൻ പതാകയാണെന്ന് സംശയമുണ്ടോ? സാധാരണ ഭാഷയിൽ ഇത് ഖാലിസ്ഥാൻ പതാകയാണെന്ന് സംശയമുണ്ടോ? തീർച്ചയായിട്ടും ഞാനത് റെഫർ ചെയ്യാൻ വേണ്ടി നെറ്റ് വഴിയൊക്കെ നോക്കിയപ്പോൾ ഖാലിസ്ഥാൻ എന്ന് എഴുതിയതും 2 കൃപാണുകളുടെ നടുവിൽ മറ്റെന്തോ ഒരു ചിത്രവും കൂടി അടയാളപ്പെടുത്തിയ ഖാലിസ്ഥാൻ പതാകയുമായി സാമ്യമുള്ളത് തന്നെയാണ്. അല്ലല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പതാക നെറ്റിയിൽ, അതായത് നമ്മളിപ്പോ ഒരു സിഖാരാധനാലയത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കവർ ചെയ്യാത്ത തലയുമായി പോകാനാകില്ലല്ലോ. പ്രധാനമന്ത്രി ഈ സിഖാരാധനാലയത്തിൽ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ ചൂടിയിരിക്കുന്നത് ഈ ഒരു പതാക കൊണ്ടുള്ള തുണിയാണ്. അത് ഫാക്ട് ചെക്ക് കഴിഞ്ഞ് നിൽക്കുന്ന സാധനമാണ്. ഞാൻ വേണമെങ്കിൽ ദൃശ്യങ്ങൾ കാണിച്ചു തരാം. ആ ദൃശ്യങ്ങൾ ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട്. വേണ്ട, എനിക്കതിൽ സംശയമൊന്നുമില്ല. അങ്ങനെ ആവാതിരിക്കട്ടെ. എന്തിനാണ് നിങ്ങൾ പറയുന്നത് ഖാലിസ്ഥാൻ പതാകയാണെന്ന്? എന്തിനാണ് ഖാലിസ്ഥാൻ പതാകയാണെന്ന് പറയുന്നത് ശ്രീ സദാനന്ദ മാസ്റ്റർ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആധികാരികമായി അത് ഖാലിസ്ഥാൻ പതാക എന്ന് സ്ഥാപിക്കുന്നില്ല നികേഷ്. പലരും സംശയിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ സംശയം ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം. ഖാലിസ്ഥാൻ പതാക അങ്ങനെ ഒരു സംശയത്തിന്റെ നിഴല് കൊണ്ടുവരേണ്ട കാര്യം എന്തിരിക്കുന്നത്? ആ ഒരു താപ്പിൽ അത് അങ്ങോട്ട് കയറി പോകുന്നുണ്ടെങ്കിൽ കയറി പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. അതൊക്കെ താങ്കളെ പോലുള്ള ആളുകളുടെ സൂത്ര പണികളാണ്. അതിലൊന്നും ഞങ്ങളെ പെടുത്തേണ്ടതില്ല. മാത്രവുമല്ല, ഇനി ഖാലിസ്ഥാൻ പതാകയല്ല നിഷ്പക്ഷമായ അല്ലെങ്കിൽ നിഷ്കളങ്കമായ രീതിയിൽ മറ്റെന്തെങ്കിലും പതാകയാണ് ഉയർത്തിയത് എങ്കിൽ തന്നെയും ചെങ്കോട്ടയുടെ മുകളിൽ ദേശീയ പതാക പാറിക്കളിക്കേണ്ടതിന്റെ മുകളിൽ ഏതെങ്കിലും ഒരു മറ്റു പതാക നാട്ടുക എന്ന് പറഞ്ഞാൽ എന്താ നികേഷ് അതിന്റെ അർത്ഥം? നമ്മുടെ രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുക എന്ന് തന്നെയല്ലേ? ഈ പാനലിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ എല്ലാ സഹോദരങ്ങളും അത് തെറ്റാണ് എന്ന് തന്നെയല്ലേ പറയുന്നത്? അത് ഖാലിസ്ഥാൻ പതാകയാവട്ടെ മറ്റെന്തെങ്കിലും ആവട്ടെ, അങ്ങനെ ചെയ്തുവല്ലോ. ഇന്ത്യൻ പതാക, അതിന്റെ പ്രധാനപ്പെട്ട കൊടിമരത്തിൽ ഇന്ത്യൻ പതാക പാറുന്നുണ്ടായിരുന്നു. ആ പതാക വലിച്ചു താഴിട്ടിട്ടല്ല ഈ പതാക ഉയർത്തിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങളൊക്കെ കാണാത്തവർ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്ന വിശദീകരണമൊക്കെ നൽകുന്നത് ശ്രീ സദാനന്ദ മാസ്റ്റർ. ഇന്ത്യൻ പതാക അവിടെ കൊടിമരത്തിൽ പാറുന്നുണ്ടായിരുന്നു. വേറൊരു കൊടിമരം അവിടെ ഉണ്ടായിരുന്നു. ആ കൊടിമരത്തിലാണ് ഈ പതാക ഉയർത്തിയത്. അതൊന്ന് സമ്മതിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാം. നികേഷ്, അതിൽ യാതൊരു തർക്കവുമില്ല. ഞാനത് അംഗീകരിക്കുന്നു. ദേശീയ പതാക മാറ്റിയിട്ടാണ് പതാക ഉയർത്തിയതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തിനാണ് ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്റെ നാവിൽ
നികേഷ് കൂട്ടിച്ചെലുത്തുന്നത് ദേശീയ പതാക പാറിക്കളിക്കേണ്ട ചെങ്കോട്ടയിൽ എവിടെയേലും ആകട്ടെ, അവിടെ ഏതെങ്കിലും ഒരു പതാക, ഏത് പതാകയും ആവട്ടെ, ആ പതാക ആക്രാമികമായ രീതിയിൽ സംഘടിച്ചെത്തിയ ഒരു കൂട്ടം ആളുകൾ ആ പതാക ഇവിടെ ഉയർത്തുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് റിപ്പബ്ലിക് ദിനം ആഘോഷം നടക്കുന്ന നികേഷ് തന്നെ പറഞ്ഞ രീതിയിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഈ ഭാരതത്തിന്റെ റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങിനിടയിൽ അത് ഉയർത്തുക എന്ന് പറയുന്നത് എത്രത്തോളം രാഷ്ട്രവിരുദ്ധമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അത് അവിടെ ഇരിക്കട്ടെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. എനിക്ക് പറയാനുള്ളത്, ഈ രീതിയിൽ നമ്മുടെ നാടിന്റെ അഭിമാനം കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള സമര സംവിധാനം അവിടെ ഒരുക്കിയത് ആരാണ്? അവരെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതല്ലേ? എന്തിനു വേണ്ടിയാണ് ശ്രീ കൃഷ്ണപ്രസാദിനെ പോലുള്ള ആളുകൾ ദില്ലിയിൽ ഇത്തരം സമരാഭാസങ്ങൾ സംഘടിപ്പിക്കുന്നത്? നോക്കൂ, കേന്ദ്ര സർക്കാർ ഏത് സമരത്തിനും ചിലപ്പോൾ നിയന്ത്രണം വിടുന്ന അവസ്ഥ ഉണ്ടാകും. പക്ഷേ പ്രൊഫസർ കെ വി തോമസ് ഇവർ ഉന്നയിക്കുന്ന പ്രതിഷേധമുണ്ട്, സമരാഭാസം എന്ന് പറയരുത്. പറയൂ, മറുപടി. വാക്ക് പിൻവലിക്കണം. ഇല്ല, എന്തുകൊണ്ടാണെന്ന് നടത്തുന്നവരല്ല. മഹത്തായ സമരം എന്ന് താങ്കൾ പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള അവകാശം താങ്കൾക്കുള്ളതുപോലെ സമരാഭാസം എന്ന് പറയാനുള്ള അവകാശം എനിക്കുമുണ്ട്. അതുകൊണ്ട് അത് ഞാൻ പിൻവലിച്ചുകൊണ്ട് പ്രതിഷേധിക്കണമെന്ന് ഇന്ത്യയിൽ ഓരോ കർഷകരും ഉണ്ടാക്കിയ ഭക്ഷണമാണ് അങ്ങ് കഴിക്കുന്നത്. ആ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈ കർഷക സമരത്തെ സമരാഭാസം എന്ന് പറയാനുള്ള അവകാശമൊന്നും നിങ്ങൾക്കില്ല. ഈ പറഞ്ഞ് പിൻവലിച്ചില്ലെങ്കിൽ സദാനന്ദ മാഷിക്കെതിരെ നല്ല പ്രതിഷേധം തന്നെ ഉണ്ടാവും. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് പറയണം. ആ പ്രതിഷേധത്തെ ഞാൻ അതിന്റെ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നു. പക്ഷേ ഞാൻ എന്റെ വാക്ക് പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എനിക്ക് എന്റെ വാദങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് സമരാഭാസം എന്ന് പറയുന്നത് എന്നതിന് എനിക്ക് എന്റേതായ വാദങ്ങളുണ്ട്. അത് കേൾക്കാൻ സന്മനസ്സുണ്ടെങ്കിൽ താങ്കൾ അത് കേൾക്കുക. അത് ഉൾക്കൊള്ളാൻ താങ്കൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ താങ്കൾ അത് ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ ഉൾക്കൊള്ളേണ്ടതില്ല എന്നതാണ് എന്റെ അഭിപ്രായം. എനിക്ക് പ്രതിഷേധവുമില്ല, എനിക്ക് താങ്കളോട് ഒരു തരത്തിലുള്ള മറ്റ് നീരസവുമില്ല. എന്തുകൊണ്ടാണ് സമരാഭാസം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ 60 ദിവസമായി സമരം തുടരുന്നു. ഈ സമരത്തിനിടയിൽ സുപ്രീം കോടതി ഇടപെട്ടു. സുപ്രീം കോടതി 4 പ്രമുഖന്മാരെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഈ കമ്മിറ്റിയുമായി സഹകരിക്കാൻ ഞങ്ങളില്ലെന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒപ്പം സുപ്രീം കോടതിയിൽ ഈ കേസ് വാദത്തിന് വന്ന സന്ദർഭത്തിൽ 2ാമത്തെ ദിവസം കർഷക സംഘടനകളെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകൻ ആരും തന്നെ ഈ സുപ്രീം കോടതിയുടെ വിചാരണ വേളയിൽ ഹാജരാവുകയോ തങ്ങളുടെ വാദം ഉയർത്തുകയോ ചെയ്തില്ല. അപ്പൊ എത്രമാത്രം ആത്മാർത്ഥത നിങ്ങൾക്ക് ഇതിലുണ്ട് എന്നത് സംശയകരമാണ്. മറ്റൊന്ന്, കേന്ദ്ര സർക്കാർ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന കർഷകന്മാരെ അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പറഞ്ഞു, 1.5 വർഷത്തേക്ക് ഈ നിയമത്തിന് മൊറട്ടോറിയം പ്രഖ്യാപിച്ചില്ലേ, 1.5 വർഷത്തേക്ക് ഈ നിയമം നടപ്പിലാക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അതിനിടയിൽ സാവകാശം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞില്ലേ. മറ്റൊന്ന്, 11 വട്ടമല്ലേ ഈ 60 ദിവസത്തിനിടയിൽ കേന്ദ്ര സർക്കാർ അതിലേക്ക് പോകാൻ വരട്ടെ. ശ്രീ സദാനന്ദ മാസ്റ്റർ, നമ്മൾ ഈ സമരത്തിൽ നിൽക്കാം. പ്രൊഫസർ കെ വി തോമസ്, വയലൻസ്, രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റാണ് ഞാൻ വായിക്കുന്നത്. എത്ര മണിക്കാണ്? അദ്ദേഹം ഏതാണ്ട് 2 മണിക്ക് തന്നെ ഈ ട്വീറ്റ് ചെയ്തിരുന്നു. എന്താണ് അതിൽ പറയുന്നത്? Violence is not the solution to any problem. If anyone gets hurt, the damage will happen to our country എന്നാണ്. ഒരുപാട് പേർക്ക് പരിക്കേറ്റു, ഒരാൾ മരിച്ചു, ഒന്നിലധികം പേർ മരിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. പക്ഷേ ഒരാൾ മരിച്ചത് സംബന്ധിച്ചാണ് നമ്മുടെ ഇതിലുള്ളത്. നോക്കൂ, ഇതിൻ്റെയൊക്കെ കാരണക്കാർ ഈ സമരത്തിന് ഒരു നേതൃത്വമില്ലാത്ത സമരം നടത്തിയവരല്ലേ? അതായത് ഒരു കേന്ദ്രീകൃത നേതൃത്വം വേണം. ആ കേന്ദ്രീകൃത നേതൃത്വം ഉള്ളതുകൊണ്ടാണ് നമുക്ക് വയലൻസ് ഉണ്ടാകണമെന്ന് വിചാരിച്ചെടുത്ത് വയലൻസ് ഉണ്ടാക്കാനും, വയലൻസ് ഉണ്ടാകരുത് എന്ന് വിചാരിക്കുന്നിടത്ത് വയലൻസ് ഉണ്ടാകാതിരിക്കാനും രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുന്നത്. റിപ്പബ്ലിക് ദിനത്തിൽ, 72ാം റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യതലസ്ഥാനത്ത് VIP സാന്നിധ്യമുള്ളപ്പോൾ ഇങ്ങനെ ഒരു അക്രമം ഉണ്ടായതിന്റെ ഉത്തരവാദി ആരാണ്? പക്ഷേ ഗവൺമെന്റ് വേറെ ആരാ? ഈ രാജ്യത്തിന് ഗവൺമെന്റ് ഇല്ലേ? പ്രത്യേകിച്ച് റെഡ് ഫോർട്ട് ഹൈലി സെക്യൂർഡ് സ്ഥലമാണ്. അവിടെ ഇങ്ങനെ ഒരു കുറെ ആളുകൾ കയറി ഒരു ദേശീയ പതാകയ്ക്ക് പകരമായി മറ്റൊരു പതാക ഉയർത്തി എന്ന് വരുന്നതൊക്കെ ഒരു ചെറിയ കാര്യമാണോ? മാത്രമല്ല, ഇത് അനുവദിച്ചതല്ലേ, ഗവൺമെന്റ് അനുവദിച്ചിട്ടാണല്ലോ ഈ റാലി നടന്നത്. ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കണം. അത് ഒരു ഭാഗം. മറുഭാഗം ഈ സമരത്തെ തകർക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ലക്ഷ്യം.
അവിടെയാണ് അക്രമം വന്നാൽ ഗവൺമെന്റ് തന്നെ അനുകൂലമാണ്. എല്ലാവർക്കും അറിയാം, അക്രമം വന്നു കഴിഞ്ഞാൽ ഒരു സമരത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. സമാധാനപരമായ സമരങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. ഇത്രയും നാള് കർഷക സമരം പിടിച്ചു വന്നത് ഈ സമാധാനപര സമരമായിരുന്നു. അത് ഇവിടുത്തെ ശക്തമായ സംഘടനയുണ്ട്. രാഷ്ട്രീയക്കാർക്ക് അതിൻ്റെ അകത്ത് വലിയ പങ്കാളിത്തമില്ലെങ്കിലും വളരെ ശക്തമായി പോകുന്നതാണ് ചർച്ചകൾ. അവര് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. ഇത്രയും നാള് നടന്നില്ലേ? ശരിയാണോ? ഇത്രയും നാള് ഈ സമരം നടത്തിയില്ലേ? ഇന്നുണ്ടായ സംഭവം അത് ഗവൺമെന്റാ പരിശോധിക്കും. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പരിശോധിക്കേണ്ട ബാധ്യത ഗവൺമെന്റിനാണ്, വേറെ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന കിസാൻ സഭയ്ക്കല്ല. പക്ഷേ ഈ സമരം പൊളിഞ്ഞോ? ഇനി 1-ാം തീയതി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ പാർലമെന്റ് വളയാനും തീരുമാനമെടുത്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയാത്തവരായി കർഷക സംഘടനകൾ മാറിയിരിക്കുന്നു. അവരുദ്ദേശിച്ച സമയത്തല്ല കർഷകർ അതിർത്തിയിൽ നിന്ന് നഗരത്തിലേക്ക് വന്നത്. അവരുദ്ദേശിച്ച ഇടങ്ങളിലേക്കല്ല സമരത്തിന് പോകാൻ കഴിഞ്ഞത്. അവര് തീരുമാനിക്കാത്ത ഇടങ്ങളിലേക്ക് പോവുകയും അവിടെ അക്രമം സൃഷ്ടിക്കുകയും ചെയ്തു. സമരം പൊളിയാനുള്ള സാധ്യതയേറെയാണ്. ഒരു വിധത്തിൽ ഈ സമരം പൊളിയില്ല. കാരണം ഇത് ജനങ്ങളുടെ സമരമാണ്. ഇത് ഡൽഹി മാത്രം നടന്ന സമരം ഇന്ത്യയിൽ എമ്പാടും നടന്നിരിക്കുന്നു. ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ നടന്നിരിക്കുന്നു. ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി ഈ സമരക്കാരുടെ കൂടെയാണ്. ഈ ഒരു സംഭവം ഉണ്ടായി, അത് ദുഃഖകരമാണ്, പ്രതിഷേധാർഹമെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന്റെ പേരിൽ വരാൻ പോകുന്ന നാളുകളിലെ വലിയ കർഷക മുന്നേറ്റങ്ങൾ അത് തടയാൻ ഈ ഗവൺമെന്റിന് കഴിയില്ല. ശ്രീ പി കൃഷ്ണപ്രസാദ്, ഈ പാർലമെന്റ് സമരവുമായി മുന്നോട്ട് പോകുന്നുണ്ടോ? ഷുക്കൂറിനോട് ഞാൻ ചോദിക്കുന്നുണ്ട്. ഷുക്കൂർ നമ്മുടെ അടുത്ത സുഹൃത്താണ്, അതുകൊണ്ട് ഷുക്കൂറിന് കുറച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചാൽ മതി. അല്ല, ഒഴിവാക്കണ്ട, താങ്കളാണ് ആ പ്രശ്നക്കാരൻ. അവിടെ സമരത്തിന്റെ ഞാൻ പ്രശ്നക്കാരനല്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ്. സദാനന്ദ മാഷാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടത്. നമുക്ക് പരിഹാരം പറയാം. ഞാൻ പാർലമെന്റ് മാർച്ച് ഇതേപോലെ നടക്കുമോ? നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് തോന്നുന്നു മീഡിയക്കുള്ള ഒരു പൊതുവായ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അതായത് ഈ ലാൽ കിലയിലേക്ക് മാത്രമാണ് ഇത് കേന്ദ്രീകരിച്ചത്. ശരിയല്ലത്. ഇന്ത്യയിൽ ആകെ നടന്ന സമരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു പ്രക്ഷോഭമാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ 72 വർഷത്തെ ചരിത്രത്തിൽ ഇത്രയും വലിയ ഒരു പങ്കാളിത്തമുള്ള സമരം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. നേരത്തെ കെ വി തോമസ് മാഷ് പറഞ്ഞ പോലെ ആര് വിചാരിച്ചാലും ഈ സമരത്തെ പിന്നോട്ടെടുപ്പിക്കാൻ കഴിയും. ഇന്ത്യൻ എക്സ്പ്രസിലെ ശേഖർ ഗുപ്ത, അദ്ദേഹം പൊതുവെ ഈ സർക്കാരിനെയും നയങ്ങളെയും ഒക്കെ പിന്തുണയ്ക്കുന്ന ഒരു പത്രപ്രവർത്തകനാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം എഴുതിയ പീസിൽ പറഞ്ഞത് എങ്ങനെയാണ് ഗവൺമെന്റ് ഈ കർഷക സമരത്തെ മിസ്മാനേജ് ചെയ്തതെന്നാണ്. ശരിയായി മാനേജ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹം എഴുതിയത്. ശരിയല്ലേ അത്? ഇപ്പൊ ഇവര് പറഞ്ഞ ഈ വിഷയം, ഇത് അക്രമം നമ്മൾ ആരും തന്നെ അംഗീകരിക്കുന്നില്ല. സാധാരണ മാഷ പോലെ തന്നെ ഞാനും അതിനെ തള്ളിപ്പറയാണ് ചെയ്തത്. ആ അക്രമം അല്ല 1-ാം തീയതി നടക്കുന്ന പാർലമെന്റ് മാർച്ച് ഉണ്ടാവില്ല. കാൽനടയായിട്ടുള്ള സമരമാണ് നമ്മൾ പ്രഖ്യാപിച്ചത്. ആർക്കും തടയാൻ കഴിയില്ല. ഈ സമരത്തിൽ ഞങ്ങൾ പറഞ്ഞ മുദ്രാവാക്യം സമാധാനപരമായി സമരം നടന്നാൽ കർഷകരുടെ വിജയം, സമാധാന വ്യഞ്ജനം ഉണ്ടായാൽ മോഡിയുടെ വിജയം. അതാണ് ഞങ്ങൾ പറഞ്ഞ മുദ്രാവാക്യം. ഇവിടെ ആഭാസം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഓരോന്നിനും മറുപടി പറയാം. ആ 4-അംഗ കമ്മിറ്റിയെ മാഷ് അംഗീകരിക്കുമോ? സ്വന്തം മാഷെ, നിഷ്പക്ഷരായ ആരെങ്കിലും അതിനകത്തുണ്ടോ? മുഴുവൻ ആളുകളും ഈ നയം നടപ്പിലാക്കണമെന്ന് പറഞ്ഞ ആളുകളെ വെച്ചുകൊണ്ട് നയം നടപ്പിലാക്കുന്നതിനെതിരെ സമരം ചെയ്യുന്നവരുമായി ചർച്ച ചെയ്യാൻ സുപ്രീം കോടതി കമ്മിറ്റി ഉണ്ടാക്കിയാൽ ആ കമ്മിറ്റി ആരും വില കൊടുക്കില്ല. അവസാനം ഒരാളും രാജിവെച്ചില്ലേ? മറുപടി അദ്ദേഹം തന്നെ രാജി പറയുന്നു. 2, ഞങ്ങൾ ആരും ആ കേസിൽ കക്ഷിയല്ല, ഞങ്ങൾ റെസ്പോണ്ടിനാക്കിയിട്ടാണ്. അത് നികേഷ് തരും മറുപടി പറയാൻ സമയം. അപ്പൊ ഞങ്ങള് ആ കക്ഷി ആദ്യ ദിവസം ഞങ്ങളെ വിളിച്ചപ്പോൾ ഞങ്ങളുടെ വക്കീൽ പോയി, വിവരം പറഞ്ഞു പോയി. 2-ാം ദിവസം ഞങ്ങൾ പോയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിൽ പോകണമെന്നും അതിൽ ആർഗ്യൂ ചെയ്യണമെന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ആ കേസ് ഞങ്ങളുടെ കേസല്ല. 3-ാമത്തെ പോയിന്റ്, 1.5 വർഷം നിയമം നടപ്പിലാക്കില്ല എന്ന് തീരുമാനിക്കാൻ നിങ്ങളുടെ ഗവൺമെന്റിന് അവകാശമുണ്ടോ? ഇന്ത്യൻ പാർലമെന്റിൽ ഇരുന്ന ഒരാളാണല്ലോ മന്ത്രിയായിരുന്ന കെ വി തോമസ് സാർ. പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമത്തെ സസ്പെൻഡ് ചെയ്യാനുള്ള അവകാശം ഗവൺമെന്റിന് ഇവിടെ കിട്ടി. കോടതിക്കുണ്ടോ അങ്ങനെ അവകാശം? ഇംപ്ലിമെന്റേഷൻ മാത്രമേ സ്റ്റേ ചെയ്യുന്നു എന്ന കോടതി പോലും പറഞ്ഞത്. കോടതിയിൽ എന്താ അറ്റോർണി ജനറൽ പറഞ്ഞത് ഗവൺമെന്റിന് വേണ്ടി? സുപ്രീം കോടതിക്ക് പാർലമെന്റ് പാസ്സാക്കിയ നിയമം സ്റ്റേ ചെയ്യാൻ അവകാശമില്ല എന്ന് പറഞ്ഞു. അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. ഞങ്ങൾ നിയമത്തെ സ്റ്റേ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ആവശ്യം എന്താ? അത് റിപ്പീൽ ചെയ്യണം എന്നുള്ളതാണ്. റിപ്പീൽ ആക്ട് മാത്രമേ അതിന് പരിഹാരമുള്ളൂ. മറ്റൊന്ന്, ഞങ്ങൾ ഉന്നയിച്ച ഏറ്റവും വലിയ മുദ്രാവാക്യം എന്താ? കർഷകരുടെ അവകാശപ്പെട്ടതാണ് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മിനിമം വില കൊടുക്കണ്ടേ? പക്ഷേ 2014 BJPയുടെ മാനിഫെസ്റ്റോയിൽ എന്താ പറഞ്ഞേ? ഞാൻ പ്രധാനമന്ത്രി ആയാൽ C2+50% സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞ ആ
മിനിമം സപ്പോർട്ട് പ്രൈസ് നടപ്പിലാക്കുമെന്ന് 6 വർഷം കഴിഞ്ഞ് നടപ്പിലാക്കിയോ? 6 വർഷം കഴിഞ്ഞ് നടപ്പിലാക്കാത്ത ആ വാഗ്ദാനം നടപ്പിലാക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഈ 3 നിയമങ്ങൾ റിപ്പീൽ ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ കർഷകരുടെ മാത്രം ആവശ്യമല്ല. സാന്ത മാഷ പോലുള്ള ആളുകൾക്ക് ഭക്ഷണം നല്ല വിലയ്ക്ക് കിട്ടണമെങ്കിൽ ഈ നമ്മുടെ അവശ്യ വസ്തു ഭേദഗതി നിയമം അത് കോർപ്പറേറ്റുകൾക്ക്, ബഹിരാഷ്ട്ര കുത്തക കമ്പനികൾക്ക് നമ്മുടെ ഭക്ഷ്യ മേഖല പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുകയാണ്. ഭക്ഷ്യ സുരക്ഷയെ തകർക്കുകയാണ്. കർഷകരുടെ ഭൂമി, ആ ഭൂമി കോൺട്രാക്ട് ഫാമിങ്ങിലൂടെ റിവേഴ്സ് ലാൻഡ് റിഫോം നടത്തുകയാണ്. അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും? നമുക്ക് രാജ്യത്തിന് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും? ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്താകെ ഈ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ തകരുകയല്ലേ. അമേരിക്കയും ഇംഗ്ലണ്ടും ഉൾപ്പെടെയുള്ള മുഴുവൻ മുതലാളിത്ത രാജ്യങ്ങളിൽ ലോകത്തൊരു സിസ്റ്റമിക് ക്രൈസിസ് വന്നിരിക്കുകയാണ്. അത് ഇന്ത്യയെ ബാധിക്കുന്നു. ചൈനയുടെ വളർച്ചയെ ബാധിച്ചിരിക്കുന്നു. ഇന്ത്യയെ ബാധിച്ചിരിക്കുന്നു. അത് കർഷകർ ഉന്നയിച്ചിരിക്കുന്നു. 4 ലേബർ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലാളികൾ സമരരംഗത്തേക്ക് വരികയാണ്. നിങ്ങളുടെ BMS നിലപാടെന്താ? ലേബർ കോഡ് പിൻവലിക്കണം എന്ന് പറഞ്ഞാൽ BMS സമരത്തിലല്ലേ? ആരെയാണ് പറ്റിക്കുന്നത്? നമ്മൾ നയപരമായ ഒരു വിഷയം ചർച്ച ചെയ്യാണ്. ഈ രാജ്യത്തിലെ സ്വാശ്രയത്വം തകർക്കുന്ന ഒരു നയത്തിനെതിരെ RSSന്റെ നിലപാടെന്താ? ഈ 3 നിയമങ്ങൾ RSS അനുകൂലിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ സ്വദേശി ജാഗ്രൻ മഞ്ച് RSSന്റെ സംഘടനയാണല്ലോ. എന്താ അതിനെക്കുറിച്ച് മിണ്ടാത്തത്? സ്വദേശി നയത്തെക്കുറിച്ച് മിണ്ടാത്തത് എന്താ? മറുപടി പറയണ്ടേ? ആ രൂപത്തിൽ ഗൗരവമുള്ള ഒരു സമരമാണിത്. ഈ സമരത്തെ ആർക്കും സമരാഭാസം എന്ന് പറയാൻ കഴിയില്ല. കർഷകരുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്ഷിച്ചാണ് പ്രധാനമന്ത്രിയും ഞാനും സാധാരണ മാഷും ഉൾപ്പെടെ ജീവിക്കുന്നത്. അത് നമ്മൾ മറക്കരുത്. അവരുടെ സമരത്തെ സമരാഭാസം എന്നും പറയുന്നുണ്ട്. ഇതിനെ കുറിച്ച് അധിക പ്രസംഗമായിട്ടേ ആളുകൾ കാണുള്ളൂ. അധികം സമയം എടുക്കണ്ട സദാനന്ദ മാസ്റ്റർ. നികേഷേ, അധിക സമയം വേണ്ട, എന്നാലും പറയേണ്ടത് പറയണമല്ലോ. ഈ കർഷകന്മാരുടെ മഹത്വമൊക്കെ ശ്രീ കൃഷ്ണപ്രസാദ് പറയുന്നത് നേരത്തെ തന്നെ ഉൾക്കൊണ്ട ആളുകളാണ് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിലെ. കർഷകന്മാര് അവരുടെ അധ്വാന ശേഷി ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്നു എന്നത് പോലെ തന്നെ മഹത്വമേറിയതാണ് കാർഷിക സംസ്കൃതിയിലൂടെ നാം കൈവരിക്കുന്ന മനഃശാന്തിയൊക്കെ. ഇതൊക്കെ ഉൾക്കൊണ്ട് തന്നെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ ഏർപ്പെടുന്നവരാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകന്മാരും സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലൂടെ തന്നെ. താങ്കൾ പറഞ്ഞല്ലോ RSSന്റെ നിലപാട് എന്താണെന്ന് ചോദിച്ചല്ലോ. കഴിഞ്ഞ ദിവസമാണല്ലോ RSSന്റെ ഔദ്യോഗിക നിലപാട് വന്നത്. എന്താ RSS പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടത്? കർഷക സമരം നല്ല രീതിയിൽ ഒത്തുതീർപ്പാക്കണം എന്നല്ലേ? അത് തന്നെയല്ലേ കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിയമം വന്നതിന് ശേഷം ഞാൻ അതാണ് പറഞ്ഞത്, 11 വട്ടം നമ്മൾ തമ്മിൽ ചർച്ച നടത്തിയില്ലേ കേന്ദ്ര സർക്കാർ പ്രതിനിധികളും കർഷക പ്രതിനിധികളുമായിട്ട്. ചർച്ച എവിടെയും എത്തിയില്ല എന്നുള്ളത് സത്യമാണെങ്കിൽ തന്നെയും ചർച്ച നടത്താനുള്ള മനസ്സ് കേന്ദ്ര സർക്കാരിനുണ്ട് എന്നതല്ലേ അതിന്റെ അർത്ഥം. പക്ഷേ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന താങ്കളെ പോലുള്ള നേതാക്കന്മാർ നയിക്കുന്ന സമര സംഘടനകൾ ചെയ്യുന്നത് എന്താണ്? ഒരേ പിടിവാശിയില്ലേ അവർ നടത്തുന്നത്. സമരം ഈ നിയമം പിൻവലിക്കാതെ സമരത്തിൽ നിന്ന് പിൻവാങ്ങില്ല എന്ന പിടിവാശിയുമായി നിങ്ങളല്ലേ ഈ സമരത്തെ വഴിതിരിച്ചു വിടുന്നത്. അപ്പൊ പിടിവാശി ആർക്കാണ്? കേന്ദ്ര സർക്കാർ വീണ്ടും വീണ്ടും ഓരോ ചർച്ച കഴിയുമ്പോഴും അടുത്ത ചർച്ചയ്ക്കുള്ള ദിവസം കൂടി നിശ്ചയിച്ചിട്ടല്ലേ ചർച്ച പിരിയുന്നത്. അത്രയധികം ആത്മാർത്ഥത കേന്ദ്ര സർക്കാർ പ്രകടിപ്പിക്കുമ്പോൾ ഒരു തരത്തിലും പിടികൊടുക്കാതെ പിടിവാശിയോടെ പിന്നിലോട്ട് വലിയുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം താങ്കൾ തരേണ്ടതല്ലേ? അത് തരുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ പിടിവാശി? പിൻവലിക്കുക എന്നുള്ളതല്ലല്ലോ. പാസാക്കിയ നിയമം, താങ്കൾ പറഞ്ഞു പാസാക്കിയ നിയമം സ്റ്റേ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഈ നിയമം 1 വർഷത്തേക്ക് നടപ്പിലാക്കുന്നത് തൽക്കാലം നിർത്തിവെക്കുന്നു എന്ന് പറയുന്നതിന് അത് സ്റ്റേ അല്ലല്ലോ. അല്ലെങ്കിൽ സാങ്കേതികമായ അർത്ഥത്തിൽ അത് നിയമം പാസാക്കിയ നിയമം വേണ്ടെന്ന് വെക്കുക എന്നുള്ളതും അല്ലല്ലോ. ഒരു സാവകാശത്തിന് വേണ്ടിയുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നതല്ലേ അതിന്റെ സന്ദേശം. ആ സന്ദേശം ഉൾക്കൊള്ളാൻ എന്താണ് കഴിയാത്തത്? താങ്കൾ MSMനെ കുറിച്ച് പറഞ്ഞു. ഈ മിനിമം ഈ താങ്ങുവില എന്ന് പറയുന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഓരോ കാലഘട്ടങ്ങളിലും രൂപപ്പെടുന്ന സാഹചര്യം അനുസരിച്ച് കർഷകന് ഉൽപ്പന്നത്തിന് ശരിയായ വില കിട്ടണം എന്നതാണല്ലോ അതിന്റെ തത്വം. ആ തത്വം അനുസരിച്ച് മുൻകൂട്ടി നമ്മളൊരു നിയമം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? താങ്ങുവിലയെ സംബന്ധിച്ച് താങ്ങുവില രൂപപ്പെടുത്തേണ്ടത് അതാത് സന്ദർഭങ്ങളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ ഇപ്പൊ കൃഷി സ്റ്റേറ്റ് ലിസ്റ്റ് ആണെന്ന് നമ്മൾ എല്ലാവരും പറയുന്നു. സ്റ്റേറ്റിലുള്ള കൃഷിയുമായി സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കൃഷിയുമായി ബന്ധപ്പെട്ട് താങ്ങുവില നിശ്ചയിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണല്ലോ. മറ്റൊന്ന് ഒരു കാര്യം കൂടെ നികേഷ്, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിയമ തടസ്സങ്ങളോ തർക്കങ്ങളോ ഉണ്ടെങ്കിൽ കോടതിയിൽ പോകാൻ യാതൊരു തടസ്സമില്ല ഈ പാസാക്കിയ നിയമവും അനുസരിച്ച്. അപ്പൊ ഇത്തരത്തിൽ ഏറ്റവും തുറന്ന മനസ്സോടുകൂടി ഏറ്റവും ഭാവാത്മകമായി ഈ വിഷയത്തെ സമീപിക്കുന്ന കേന്ദ്ര സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള പദ്ധതികളാണ് സമര സംഘടനകൾ ചെയ്യുന്നത് എന്ന് ഖേദപൂർവ്വം. ശരി, ആയിക്കൊള്ളട്ടെ. അതാണ് താങ്കളുടെ വീക്ഷണം. അതാണല്ലോ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷുക്കൂർ, ഇതിനെ ഒരു ഈഗിൾ വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്നത് പോലെ, ഞാൻ വരാം ശ്രീ പി കൃഷ്ണപ്രസാദ്, പോലെ 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 പോലെ
അത്യാവശ്യമുണ്ട് ദയവായി തുടരുക. 2014 ശ്രീ ഷുക്കൂർ, 2014 നരേന്ദ്രമോദി അധികാരമേറിയതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു സമരം ക്ലച്ച് പിടിച്ച് കിട്ടുന്നത്. നമുക്കറിയാം 2019 വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഘട്ടത്തിലൊക്കെ തന്നെ UPA അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള തോന്നലുണ്ടാക്കിയിരുന്നു ചില ഉപതെരഞ്ഞെടുപ്പുകൾ. അപ്പോഴും ഒരു സമരമൊന്നും ഉണ്ടായിരുന്നില്ല. ചില കർഷക സമരങ്ങൾ വികേന്ദ്രീകൃതമായി നടക്കുകയാണെങ്കിൽ ഇപ്പോഴതല്ല. ഇപ്പോൾ കേന്ദ്രീകൃതമായി ഡൽഹിയിൽ തന്നെ ശക്തമായ സമരം, 61 ദിവസത്തെ സമരം, സഹന സമരം, അതാണ് അതിൻ്റെ ശക്തി എന്ന് എല്ലാവരും പറയും. പക്ഷേ ഇപ്പോൾ അക്രമ സമരത്തിലൂടെ എന്താണ് ഈ സമരത്തിൻ്റെ സമരക്കാരുടെ മുഖം എന്ന് എക്സ്പോസ് ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു. അപ്പോൾ ഉണ്ടായിരുന്ന ഒരു മോറൽ ശക്തി നഷ്ടപ്പെട്ടോ ശ്രീ ഷുക്കൂർ? ഇല്ല, ഇത് കേന്ദ്ര സർക്കാർ തന്നെയാണ് ഇതിനെല്ലാം ഉത്തരവാദികൾ. സത്യത്തിൽ കർഷകരുടെ സമരം ന്യായമായ ഒരു സമരത്തിന്റെ പാതയിലല്ലേ അവർ? ഒരു സമരത്തിന് വേണ്ടിയുള്ള സമരമായിട്ടാണോ ഇതിനെ അത്തരത്തില് കേന്ദ്ര സർക്കാർ കണ്ടത്? അങ്ങനെ കണ്ടതിന്റെ ഭവിഷ്യത്താണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നേ പറയാനാവൂ. കാരണം ഈ സമരം ഏറ്റവും ന്യായമായ സമരമല്ലേ? നിക്കേഷ് ചോദിച്ചു, ഈ ഗവൺമെന്റിന്റെ ഒരുപാട് പരിഷ്കാരങ്ങളെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളെയും എല്ലാം ആ ഒരു രാഷ്ട്രീയ സമരത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുപോകാൻ കോൺഗ്രസോ ഇതര പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകളോ ആഗ്രഹിച്ചിരുന്നില്ല. അല്ലാതെ അടുപ്പിക്കാത്തതുകൊണ്ടല്ലേ? ഒരു രാഷ്ട്രീയ പാർട്ടികളെയും കർഷക സംഘടനകൾ അടുപ്പിക്കാത്തതുകൊണ്ടല്ലേ അവർ നിങ്ങൾക്ക് പോയി രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കാൻ കഴിയാതെ പോയത്? അങ്ങനെ ഒന്നും നികേഷേ, നിങ്ങളെ മാത്രമല്ല ഒരു രാഷ്ട്രീയ സംഘടനയും, കോൺഗ്രസിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, CPM-ന്റെ ഒന്നും അല്ല കൊടി അവിടെ പാറുന്നത്. അവിടെ കർഷക സംഘടനകളുടെ കൊടിയാണ് ചുവന്ന കൊടി പാറുന്നത്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ന്യായമായ സമരമല്ലേ? ഈ സമരം നമ്മൾ ലോക്സഭയിലും രാജ്യസഭയിലും ഈ നിയമനിർമ്മാണത്തിന്റെ വേളയിൽ നമ്മൾ കണ്ടതല്ലേ? എന്താണ് ഉദ്ദേശം? ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ്? കാർഷിക താല്പര്യം സംരക്ഷിക്കാനാണോ? രാജ്യ താല്പര്യം സംരക്ഷിക്കാനാണോ? ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണോ ഈ ഗവൺമെന്റിന്റെ താല്പര്യം? ഈ ഗവൺമെന്റിന്റെ താല്പര്യം മറ്റു പല സ്ഥാപിത താല്പര്യങ്ങളാണ് എന്ന് തെളിഞ്ഞില്ലേ? എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട ശ്രീ സദാനന്ദ മാസ്റ്റർ 11 വട്ടം ചർച്ച നടത്തിയിട്ട് പരിഹരിച്ചില്ല? ചർച്ചയ്ക്ക് പോസിറ്റീവായ നിലപാട് കർഷകരെടുക്കുന്നില്ല എന്നുള്ളതാണ് പരാതി. ഇത് അങ്ങനെ പറയുന്നത്? ഈ ഒരു പോസിറ്റീവായ നിലപാടെടുക്കേണ്ടത് ഈ നിയമനിർമ്മാണത്തിലുള്ള ഭേദഗതികൾ വരുത്താൻ തയ്യാറാണെന്ന് പറഞ്ഞ് അതിലേക്ക് വന്ന് ഈ സമരം ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കേണ്ടതിന് പകരം ഇത്തരത്തിലേക്ക് പോകുന്നത് എന്തിനെ? അപ്പോൾ സ്ഥാപിതമായ താല്പര്യമാണ്, രാഷ്ട്രീയമായ താല്പര്യമാണ്, RSSന്റെ താല്പര്യമാണ്, BJPയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും വേണ്ടിയുള്ള താല്പര്യമാണ്. അത് ചില പ്രത്യേക ആളുകൾക്ക് വേണ്ടിയുള്ള താല്പര്യമാണെന്ന് തെളിയിയല്ലേ? അത്തരമൊരു ഘട്ടത്തിൽ ഇതിനെ സമരത്തെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനാകുന്ന തരത്തിലേക്ക് പോകണം. സാധാരണ ഷുക്കൂർ, മനസ്സിലായി താങ്കളുടെ പ്രതിഷേധവും മനസ്സിലായി. ശ്രീ കൃഷ്ണപ്രസാദ്, ഈ ദീപ് സിദ്ധു ആണ്, സന്ധു അല്ല അല്ലെ? ദീപ് സിദ്ധുവിന്റെ ഈ സംഘടനയാണോ അവിടെ ബഹളം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കിയത്? നരേന്ദ്രമോദിയുമായി നിൽക്കുന്ന നേതൃത്വത്തിലാണ് ആ പതാക ഉയർത്തിയിട്ടുള്ളത് എന്നാണ് മാധ്യമങ്ങളിലെല്ലാം പറ്റുന്നുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നോ? ലാൽഖിലയിൽ ഉണ്ടായിരുന്നോ? ചെങ്കോട്ടയിൽ ഉണ്ടായിരുന്നോ? അദ്ദേഹത്തിന്റെ സംഘടനയുടെ പ്രവർത്തകരെ ആ സംഘടനയുടെ പൊടിയുമാണ്, ആ സംഘടന നേതൃത്വത്തിലുള്ള പ്രവർത്തകരുടെ നേതൃത്വത്തിലുമാണ് അത് നടന്നിട്ടുള്ളത്. അല്ല, പ്രധാനമന്ത്രിയെ കണ്ടാല് അവർക്ക് RSS സംഘപരിവാർ കേന്ദ്ര സർക്കാർ ബന്ധമുണ്ടെന്നാകുമോ? ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും അത് അന്വേഷിക്കണമെന്നേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. ഞങ്ങൾ ഉണ്ടെന്നൊന്നും പറഞ്ഞില്ല. ഞാനത് പറഞ്ഞു, RSSനെതിരെയോ പ്രധാനത്തിനെ കുറിച്ചോ ഒന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഘടന? അവർ ഞങ്ങളുടെ കൂടെ ഇല്ല, എന്നിട്ട് അവർ കൃത്യമായിട്ട് ചർച്ചയിൽ വിളിക്കപ്പെടുന്നുണ്ട്. നികേഷ്, കുറെ നമ്മുടെ ക്രിസ്തു മത വിഭാഗത്തിലെ ചില പ്രമുഖരായ ആചാര്യന്മാർ പ്രധാനമന്ത്രിയെ കണ്ടുവല്ലോ കഴിഞ്ഞ ദിവസം. അവർ RSSകാരാണോ? എനിക്കൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കാനുണ്ട് നികേഷ്. നമ്മൾ ചർച്ച വെറുതെ വഴിമാറുന്നതിൽ കാര്യമില്ല. ചർച്ച സദാനന്ദ മാഷ് പറഞ്ഞെടുത്താണ്, ഷുക്കൂർ പറഞ്ഞെടുത്താണ് നിൽക്കുന്നത്. 11 പ്രാവശ്യം ഞങ്ങളുമായിട്ട് ഈ തോമാർ എന്ന് പറഞ്ഞ മന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ട്. 9-ാം തീയതി ചർച്ച നടത്തുകയാണെങ്കിൽ 8-ാം തീയതി അമിത്ഷാ ചർച്ചയ്ക്ക് വിളിച്ചു സദാനന്ദ മാഷെ. എന്തിനാ വിളിച്ചത്? 3-ാം തീയതി നടത്തിയ ചർച്ച ക്ലോസ് ടു ക്ലോസ് നടത്താൻ വേണ്ടി പറഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു ആവശ്യവും കർഷകർ അംഗീകരിച്ചില്ല. പക്ഷെ 9-ാം തീയതി പിന്നെ എന്ത് ചെയ്തു? അത് മുഴുവൻ പത്രത്തിന് കൊടുത്തു.
പിന്നെ ചർച്ച അതിന്റെ മുകളിലാണ്. അതിനുശേഷം ഇപ്പോ ഈ വിഷയത്തിൽ ഞങ്ങൾ പറഞ്ഞു, കോടതി പറഞ്ഞല്ലോ, സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾക്കിത് ഈ സമരത്തിന്റെ ആവശ്യം പിൻവലിച്ചിരിക്കണമെന്നുള്ളത് അംഗീകരിച്ചുകൂടെ, ഇല്ലെങ്കിൽ ഞങ്ങൾ നിർത്തിവെക്കും എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അവരൊരു അവസരം തന്നു, നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായില്ലല്ലോ. റിപ്പീൽ ചെയ്യാന്നുള്ളതല്ലാതെ വേറെ എന്താ നിയമപരമായിട്ട് ചെയ്യാൻ കഴിയുക? ഒരു നിയമത്തിൽ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ പറഞ്ഞു നിങ്ങൾ റിപ്പീൽ ചെയ്യണമെന്ന് പിടിവാശി പിടിക്കുകയാണ്. ഞങ്ങൾക്ക് തിരിച്ചു ചോദിച്ചുകൂടെ? ഭക്ഷ്യ സുരക്ഷ ഒരുപക്ഷെ രാജ്യത്തിന്റെ ഏറ്റവും നാഴികക്കല്ലായ നിയമങ്ങളിൽ ഒന്നാണല്ലോ ഭക്ഷ്യ സുരക്ഷാ നിയമം. പ്രൊഫസർ കെ വി തോമസ് ആയിരുന്നു അത് പൈലറ്റ് ചെയ്തത്. പ്രൊഫസർ കെ വി തോമസ് എന്താ ചെയ്യാൻ കഴിയും? എന്റെ പോയിന്റ് പറഞ്ഞപ്പോ കയറി പിടിച്ചു. ഞാൻ ചോദിക്കുന്നത് മാഷോട് ഞാൻ ചോദിക്കാണ്, വളരെ ലളിതമായി ചോദിക്കാം. മാഷ് പറഞ്ഞു നിങ്ങൾ പിടിവാശി പിടിക്കുന്നു, റിപ്പീൽ ചെയ്യാതെ പറ്റും. ഞങ്ങൾക്ക് തിരിച്ചു ചോദിച്ചുകൂടെ? റിപ്പീൽ ചെയ്യില്ല എന്ന് നിങ്ങൾ പിടിവാശി പിടിക്കാണെന്ന് ഞങ്ങൾ പറഞ്ഞാലോ? അതൊരു ചോദ്യം തന്നെയല്ലേ, പിടിവാശിയല്ലേ നിങ്ങൾ ഗവൺമെന്റ് പിടിക്കുന്നത്? ചെയ്യില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ നിയമം മാറ്റിവെച്ച് റിപ്പീൽ ചെയ്ത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു പോസ്റ്റ് റിപ്പീൽ കമ്മിറ്റി കർഷകരുമായിട്ട് ചേർന്ന് ഉണ്ടാക്കിക്കൊണ്ട് ഒരു പുതിയ നിയമം ഉണ്ടാക്കിക്കൂടാ? അതല്ലേ ഒരു ഗവൺമെന്റ് ജനാധിപത്യത്തിൽ ചെയ്യേണ്ടത്. വലിയ പ്രതിഷേധം ഉണ്ടല്ലോ, അതിന് നിങ്ങൾ മറുപടി പറ. 2, ഇത് നിയമം പിൻവലിച്ചാൽ മാത്രം പോരാ, MSP കുറിച്ച് എന്താ നിങ്ങൾ മിണ്ടാത്തത്? 2014 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വാഗ്ദാനം ചെയ്തതല്ലേ മാഷേ? ഞാൻ പ്രധാനമന്ത്രിയായാൽ CT+50% നടപ്പിലാക്കും നിങ്ങൾ പറഞ്ഞതല്ലേ? 25 രൂപയ്ക്കാണ് നെല്ല് കൃഷിക്കാരോട് ബസുമതി നെല്ല് വാങ്ങുന്നത് പഞ്ചാബിൽ. 208 രൂപയ്ക്കാണ് ഫോർച്യൂൺ ബ്രാൻഡ് സ്പെഷ്യൽ ബസുമതി അരി അദാനി ഗ്രൂപ്പ് വിൽക്കുന്നത്. 208 രൂപയ്ക്ക് വിൽക്കുക, 25 രൂപ പോലും കർഷകന് കൊടുക്കുന്നില്ല. ഈ കൊള്ളയ്ക്ക് നിങ്ങൾ എന്തിനാ കൂട്ടു നിൽക്കുന്നത് മാഷേ? ശരി, ഒരു മിനിറ്റ് ഞാൻ വരാം താങ്കളിലേക്ക്. പ്രൊഫസർ കെ വി തോമസ്. പാർലമെന്റിൽ നിയമം പാസ്സാക്കിയാൽ ആ നിയമം റിപ്പീൽ ചെയ്യാതെ വേറെ മാർഗമില്ല. ഗവൺമെന്റ് അത് വിഡ്രോ ചെയ്യണം. ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ടുവന്നു, 2 സഭയിലും ചർച്ച ചെയ്ത് യുണാനിമസായി പാസ്സാക്കിയതാണ്. ആ നിയമം നാളെ മാറ്റണമെങ്കിൽ, നാളെ അതിന് ഭേദഗതി വരുത്തണമെങ്കിൽ അത് പാർലമെന്റാണ് റിപ്പീൽ ചെയ്യേണ്ടത്. അത് കർഷക സംഘടനകൾ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. ഇതില് തൽക്കാലത്തേക്ക് 1.5 കൊല്ലത്തേക്ക് 2.5 കൊല്ലത്തേക്ക് മാറ്റിവെക്കാം എന്ന് പറയുന്നതിന്റെ യാതൊരു അർത്ഥവുമില്ല. ഗവൺമെന്റ് തീരുമാനിക്കും. അതിന്റെ യുക്തി എന്താണ്? ഒരു വർഷത്തേക്ക് 1.5 വർഷത്തേക്ക് തൽക്കാലം മരവിപ്പിക്കാം എന്ന് പറയുന്നത് യുക്തിയില്ലാത്ത ഗവൺമെന്റ് പാസ്സാക്കിയ നിയമമാണ്. പാർലമെന്റിൽ പാസ്സാക്കിയ നിയമം 2 മാസത്തേക്ക് 3 മാസത്തേക്ക് മാറ്റിയെടുക്കാൻ പറ്റൂ. ഒന്നെങ്കിലും നടപ്പിലാക്കില്ല. ഇപ്പൊ ഭക്ഷ്യസുരക്ഷാ നിയമത്തെ കുറിച്ച് സമീപനം ആ നിയമമാണ് ഇപ്പോൾ ഗവൺമെന്റുകൾ മാറി. BJPയുടെ 2ാമത്തെ ഗവൺമെന്റ് വന്നിട്ടും ആ നിയമം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് പറയാൻ പറ്റും ഇതിന് ഭക്ഷ്യസുരക്ഷ ഇന്ന കാര്യങ്ങൾ മാറ്റിവെക്കാന്ന് പറയാൻ ഒക്കത്തില്ല. ആ നിയമം അതുപോലെ തന്നെ നടപ്പിലാക്കേണ്ടി വരും. അതെ, സാധാരണ ഭാഷ ആ ഒരു പ്രത്യേക പോയിന്റിനോടൊന്ന് മറുപടി പറയുമോ? 1.5 കൊല്ലം ഞങ്ങളിത് മരവിപ്പിച്ച് നിർത്താം എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നതിന്റെ യുക്തി എന്താണ്? ഇനി അഥവാ ഇത് റിപ്പീൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേറൊരു ഘട്ടത്തിൽ ഈ നിയമം അനിവാര്യമാണെങ്കിൽ എല്ലാ വിഭാഗങ്ങളുമായി സംസാരിച്ചിട്ട് കൊണ്ടുവരാവുന്ന രീതിയിലുള്ള ഒരു നിയമം കൊണ്ടുവരൂ. ഇത് പാർലമെന്റിനെ കബളിപ്പിച്ചിട്ടല്ലേ നിങ്ങൾ ഈ നിയമം നടപ്പാക്കിയത്, നിയമം പാസ്സാക്കിയത്? സാധാരണ ഭാഷ പറയും. സാധാരണ ഭാഷയുടെ ശബ്ദം പോയേ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ ശ്രീ സദാനന്ദ മാസ്റ്റർ. ഹലോ, ഇപ്പോ കേൾക്കാം. നോക്കൂ, ഇതിനകത്ത് ഞാൻ കൃഷ്ണപ്രസാദിലേക്ക് ഒരിക്കൽ കൂടി വരികയാണ്. സദാനന്ദ മാസ്റ്റർ ഒന്ന് ക്ലിയർ ആവട്ടെ. ഈ നിയമം 1.5 കൊല്ലത്തേക്ക് മരവിപ്പിക്കാം, നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? അത് മുഴുവൻ ഞങ്ങൾ മാറ്റിത്തരാം എന്ന് പറയുന്നു. ഒരു നിയമത്തിൻ്റെ ആകത്തുക മാറ്റുക എന്നുള്ളത് ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഈ പരിഷ്കരണ നടപടികളുമായി പോകുമ്പോൾ ഒരു നിയമം ആകെ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റുകൾ പിന്നെ വെച്ചേക്കില്ല. ഗവൺമെൻറ്റിൻ്റെ റേറ്റിംഗ് തന്നെ കുറയും. ശ്രീ കൃഷ്ണപ്രസാദ്, നിങ്ങൾ ഗവൺമെൻറ് ഉണ്ടാക്കാത്തതുകൊണ്ട് തോന്നുന്നതാണ്, നിങ്ങൾക്ക് ഇങ്ങനെ മുഴുവൻ പിൻവലിക്കണം എന്നൊക്കെ തോന്നുന്നതാണ്. ഇനി അതിനപ്പുറത്തേക്ക് ഈ കാർഷിക നിയമങ്ങൾ പിൻവലിച്ചാൽ പിന്നെ NRCയുടെ കാര്യത്തിൽ പ്രക്ഷോഭം വരും, മറ്റ് കാര്യങ്ങളിലൊക്കെ പ്രക്ഷോഭം വരും. അതുകൊണ്ട് അത് പറ്റില്ല. നമുക്ക് വകുപ്പുകൾ ഏതെങ്കിലും വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അത് പറയും, അത് ഞങ്ങൾ മാറ്റിത്തരാം എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാദം. പ്രൊഫസർ കെ വി തോമസ് നേരത്തെ പറഞ്ഞതുപോലെ ഈ 1.5 കൊല്ലം മരവിപ്പിച്ച് നിർത്താം എന്നുള്ളത് എത്ര കണ്ട് സ്വീകാര്യമായ ഒന്നാണ്. ഈ 1.5 കൊല്ലം കൊണ്ട് സമരത്തിൻ്റെ
ശക്തി കുറയുമെന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കുമോ ഗവൺമെൻറ്, അതോ പതുക്കെ പതുക്കെ ആർക്കും ഒരു തോന്നലില്ലാതെ പരിഷ്കരണ നടപടികളിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുന്നു എന്ന തോന്നലുണ്ടാക്കാതെ ഈ നിയമത്തെ പതുക്കെ പതുക്കെ മരവിപ്പിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നതെങ്കിൽ അതും സ്വീകാര്യമല്ലേ? എന്നോടാണോ? അതെ, പ്രൊഫസർ കെ വി തോമസ്. ഞാൻ കെ വി തോമസിനോട് ചോദിച്ചിട്ട് ഞാൻ താങ്കളിലേക്ക് വരാം. APMC ആക്ടിൽ ചില പരിമിതികളുണ്ട്. അത് ഇതിനു മുമ്പുണ്ടായ ഗവൺമെന്റ് മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരം മാറ്റങ്ങൾ വരുത്തുമ്പോൾ സംസ്ഥാന ഗവൺമെന്റുകളുമായി നമ്മൾ ചർച്ച ചെയ്യണം. APMCയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്യണം. അല്ലാതെ ഗവൺമെന്റ് ഏകപക്ഷീയമായി APMC അവസാനിപ്പിക്കുക. മാത്രമല്ല കർഷകരുടെ പ്രശ്നം എന്താ? അവർക്ക് ന്യായമായ വില കിട്ടണം. അവരുടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കണമെന്ന് അവർക്ക് അവകാശമുണ്ട്. അതിന് എന്ത് വില കിട്ടണമെന്ന് അവകാശമുണ്ട്. അവർക്ക് കൂടി പങ്കാളിത്തമുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവും. ഇതാണ് അവരുടെ ആവശ്യം. കോൺഗ്രസ് എടുത്ത നിലപാട് തന്നെ. APMC ചില പരിമിതികൾ ഇല്ലാന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ഇതുപോലെ ഒറ്റടിക്ക് ഇല്ലാതാക്കലല്ല. ഇവിടെ വന്ന പ്രശ്നം എന്താ? ഗവൺമെന്റ് പറയുന്നു 1.5 വർഷത്തേക്ക് മാറ്റി നിർത്താം. അതിന് ഗവൺമെന്റ് കഴിയില്ല. കാരണം ഗവൺമെന്റ് പാർലമെന്റിൽ പാസ്സാക്കിയ നിയമം ഘട്ടം ഘട്ടമായിട്ട് മാറ്റി നിർത്താൻ പറ്റും. അതാണ് സുപ്രീം കോടതി പറഞ്ഞത്. മാത്രമല്ല സുപ്രീം കോടതി പല കാര്യത്തിലും നമുക്ക് ബഹുമാനമുണ്ടെങ്കിലും പലപ്പോൾ ഒത്തിരി സംശയങ്ങൾ സുപ്രീം കോടതിയുടെ അടുത്ത കാലത്തുണ്ട്. എന്ത് സംശയമാണ് സുപ്രീം കോടതിയുടെ ഇപ്പൊ ഉള്ളത് മാഷ്ക്ക്? പറ. സംശയം ഈ 4 പേരെ വെച്ചപ്പോ ആ 4 പേരും ഏത് സമീപനമാണ് ഈ സമരത്തിനടുത്തുള്ളതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പൊ അത് വന്നപ്പോ ഇതിനു മുമ്പ് ഞാൻ പറയുന്ന കാര്യമുണ്ട്. എത്രയോ കേസുകൾ ഈ കോടതിയെ കുറിച്ച് സുപ്രീം കോടതി ജഡ്ജിമാരല്ലേ ഇത് ആദ്യമായിട്ട് റേസ് ചെയ്ത് സുപ്രീം കോടതിയുടെ സുതാര്യതയെ കുറിച്ചും അവരുടെ സത്യസന്ധതയെ കുറിച്ചും ഗവൺമെന്റുമായിട്ടുള്ള ഒത്തുകളിയാണോ എന്ത് ആളുകൾ സംശയിച്ച. കാരണം കഴിഞ്ഞ ചീഫ് ജസ്റ്റിസിനെ എടുത്ത സമീപനം ആ ചീഫ് ജസ്റ്റിസ് ഇപ്പൊ എവിടെ ഇരിക്കുന്നത് അവർക്കറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല മാധ്യമങ്ങൾ പോലും ഇന്നൊരു പരിധിക്ക് അപ്പുറത്തേക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ആശങ്കയിൽ നിൽക്കുക നമ്മളത് കാണുന്നുണ്ട്. സ്വതന്ത്രമായി ഇന്ത്യയിൽ കണ്ട നമ്മുടെ മാധ്യമങ്ങൾക്ക് പോലും ഇത് ആശങ്കയിലാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഗവൺമെന്റിന്റെ മർക്കട മുഷ്ടി നാം കാണുകയാണ്. ഞാൻ നേരത്തെ ശ്രീ സദാനന്ദ മാസ്റ്റർ അങ്ങയോട് ചോദിച്ച ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഈ 1.5 കൊല്ലത്തിന്റെ യുക്തി എന്താണ്? ഈ നിയമം പിൻവലിക്കണമെങ്കിൽ പിൻവലിക്കുക. ഇനിയിപ്പോൾ പുതിയ നിയമം കൊണ്ടുവരണമെന്ന് വിചാരിച്ച് എല്ലാ കക്ഷികളുമായി സംസാരിച്ച് പാർലമെന്റിന്റെ നടപടിക്രമങ്ങൾ പാലിച്ച് ആ നിയമം കൊണ്ടുവരിക. നികേഷ്, ഇതില് യുക്തിയേക്കാൾ എനിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വാക്ക് ബോധ്യം എന്നുള്ളതാണ്. അതായത് ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ജനങ്ങളോട് പറഞ്ഞത് ഈ പറയുന്ന കർഷകന്മാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇരട്ടി വില കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ പാർട്ടി നയിക്കുമെന്നാണ്. ആ നിലയ്ക്ക് കർഷകന്മാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇരട്ടി വില കിട്ടാനുള്ള സാഹചര്യത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സം നിയമം മൂലം തന്നെ ഇല്ലാതെയാക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സർക്കാർ ഈ നിയമം കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യുക്തി എന്ന് താങ്കൾ ഉപയോഗിക്കുന്ന ആ സാഹചര്യത്തെ ഞാൻ പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഈ കർഷകന്മാർക്ക് ഗുണം കിട്ടുന്ന ഒരു നിയമം എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ നിയമം കൊണ്ടുവന്നത്. അതുകൊണ്ട് ആ നിയമം നടപ്പിലാകണമെന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് പിടിവാശിയല്ല. ഞങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കർഷകന്മാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കർഷകന്മാരെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയുള്ള ഒരു നിയമം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ നിയമം നടപ്പാക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് പിടിവാശിയാണെന്ന് വ്യാഖ്യാനിക്കുന്നവരുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, നരേന്ദ്രമോദി ഗവൺമെന്റ് ഏത് നടപടിയെയാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് നടപ്പിലാക്കിയ നിയമത്തിന്റെ നടപടിയെ സർവാത്മന ആത്മാർത്ഥമായി അംഗീകരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടുള്ളത്? ഏറ്റവും വിവാദമുണ്ടായതാണല്ലോ CAA വിരുദ്ധ സമരമൊക്കെ. CAA എന്നുള്ളത് പാർട്ടി അതും പ്രകടനപത്രികയിൽ ജനങ്ങളോട് അറിയിച്ചുകൊണ്ട് തന്നെ ജനവിധി തേടിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന നിയമത്തിനെതിരെ സമരം നടത്തിയില്ലേ? ആ സമരം നടത്തിയിട്ട് ഇപ്പം ഏതാണ്ട് വർഷം 1 ആയില്ലേ? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ ആ നിയമത്തിന്റെ പേരിൽ നമ്മുടെ ഭാരതത്തിൽ? അതൊക്കെ നടപ്പാക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നല്ലേ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത്? നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നടപ്പാക്കുന്നാണ് അമിത്ഷാ പറയുന്നത്. അതെ, നടപ്പാക്കണമല്ലോ. അതുകൊണ്ട് പക്ഷെ ഈ പറഞ്ഞ കർഷക നിയമത്തെ കുറിച്ച് ഈ വിവാദങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് കർഷകന്മാരെ പിടിച്ച് അണയിടുന്ന ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കർഷകന്മാരെന്ന് പറയുമ്പോൾ നികേഷ് 65% കർഷകന്മാരാണ് ഭാരതത്തിൽ. അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ ഏതാണ്ട് 80 കോടി കർഷകന്മാരുണ്ട് ഈ ഭാരതത്തിൽ.
ഈ 80 കോടിയിൽ എത്ര പേരാണ് ഈ സമരത്തിന്റെ ഭാഗമാക്കാവുന്നത്? പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലുള്ള പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കുറെ അധികം ഭൂവുടമകൾ, അതായത് ഏക്കർ കണക്കിന് നിലമുള്ള അല്ലെങ്കിൽ പിന്നെ കൃഷിയിടങ്ങളുള്ള കർഷകന്മാരാണ്. കർഷകന്മാർ എന്ന പേരിൽ നമ്മൾ കർഷകൻ എന്ന് പറയുമ്പോൾ എന്താണ്? നിസ്വന്മാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള കുറെ ആളുകൾ എന്ന സങ്കല്പമല്ലേ? അങ്ങനെയാണോ ഈ അല്ല, അവരുടെയൊക്കെ മനസ്സിതിലുണ്ട് ശ്രീ സദാനന്ദ മാസ്റ്റർ. എല്ലാവരും ദില്ലിയിലെ സമരമുഖത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകണമെന്നില്ല. മാത്രമല്ല, അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം വന്നാൽ മതി എന്നാണ് കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ഉത്തരാഖണ്ഡിൽ നിന്നും ഒക്കെ ആളുകൾ വന്നിരിക്കുന്നത്. ഈ 4 സ്ഥലങ്ങളാണല്ലോ അവിടുത്തെ അതിർത്തി സംസ്ഥാനങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ സാധാരണ നിലയ്ക്ക് പ്രാദേശികമായി ബാധിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് എപ്പോഴാണ് ഭരണസിരാ കേന്ദ്രത്തിലേക്ക് നമ്മൾ സമരം വീണ്ടുന്നത്? ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പ്രാദേശികമായി, ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ ശക്തമായ കർഷക സംഘടനകളുള്ള, മാത്രമല്ല ഡൽഹിയിലെ ഈ സമരത്തിന് എല്ലാ പിന്തുണയും നൽകുന്ന, സംഘടിപ്പിച്ചു കൊടുക്കുന്ന CPIM-ന്റെ ശക്തി കേന്ദ്രമായ കേരളത്തിൽ എവിടെയെങ്കിലും പ്രാദേശികമായി സമരം അരങ്ങേറുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഇവിടെ മണ്ഡി സിസ്റ്റം അത് ശരിയായെന്നല്ല, കേരളത്തിൽ വ്യാപകമായ സമരം നടക്കുവാണ്. വ്യാപകമായൊന്നും സമരമില്ല. സാധാരണമായിട്ട് കാണുന്നില്ലായിരിക്കും. ഞാൻ ഇന്ന് ആലപ്പുഴയിൽ നിന്ന് കാറിൽ വന്നതാ. അത് ഞാനും കണ്ടു. ദില്ലിയിൽ ഇന്ന് നടന്ന സമരത്തിന്റെ പേരിൽ ഞാനും കണ്ടു ഒരു 10-15 ട്രാക്ടർ. ശരിയല്ല. പിന്നെ വ്യത്യസ്തതയുണ്ട്. കേരളത്തില് അതുപോലെ സംസ്ഥാനങ്ങളില് അതുപോലെയൊക്കെ വ്യത്യസ്തമായ കാർഷിക മേഖലയാണ് ഉത്തര ഇന്ത്യയിലുള്ളത്. അവരാണ്. അതാണ് ഞാൻ പറയാൻ വരുന്ന മറ്റൊരു കാര്യം. ഒരു മിനിറ്റ് ഇത് പറഞ്ഞ് തെറ്റി പാടിപ്പോകും. ഇന്ത്യയിലെ കർഷകർ വലിയ സമ്പന്നരല്ല. ഇന്ത്യയിലെ 80% കർഷകരില് 10% സമ്പന്നരുള്ളൂ. ബാക്കി 2 ഏക്കറിൽ താഴെ ഭൂമിയുള്ള ആളുകളാണ്. അവരായി വന്നിരിക്കുന്ന ഇത്രയും ആളുകൾ ഡൽഹിയിൽ എത്തിയിരിക്കുന്ന സമ്പന്നര പാവപ്പെട്ട ആളുകൾ, 1 ഏക്കർ 2 ഏക്കറുള്ള ആളുകൾ സ്വയം ജോലി ചെയ്ത് ജീവിക്കുന്ന, അതൊന്നും കാണാതിരിക്കുന്നത് ശരിയല്ല. തോമസ് മാഷേ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ വിനയത്തോടു കൂടി. 60 ദിവസമായല്ലോ സമരം നടക്കുന്നു ദില്ലിയില്. ദില്ലി പോലുള്ള ഒരു പട്ടണത്തിൽ, പ്രത്യേകിച്ച് കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന ഈ സന്ദർഭത്തിൽ കർഷകന്മാര് എന്ന പേരിൽ അവിടെ സമരമുഖത്ത് അണിനിരക്കുന്ന ആളുകൾ, കർഷകന്മാരാവട്ടെ, ഞാൻ അംഗീകരിക്കാം കർഷകന്മാർ തന്നെയാണെന്ന്, ഇത്രയും ദിവസം ഈ സമരം നീട്ടിക്കൊണ്ടുപോകാൻ ആവശ്യമായ ഭൗതികമായ സാഹചര്യങ്ങൾ. സദാനന്ദ മാഷ്ക്ക് വേറൊരു ക്ലാസ് കിട്ടിയിട്ടുണ്ട്. അതായത് ദില്ലിയിൽ സമരം നടത്തുന്നവര് കർഷകരല്ല, അവരവിടെ നിയോഗിച്ചവരാണ്, കാശ് കൊടുത്ത് നിയോഗിച്ചവരാണെന്ന് വേറെ എവിടുന്നോ ക്ലാസ് കിട്ടിയിട്ടുണ്ടോ? അത് പറയാനുള്ള ധൈര്യം, ചർച്ചയിൽ പറയാനുള്ള ധൈര്യം അതിലേക്ക് എത്തി മാഷ്, അതിലേക്ക് പറയുന്നതിലേക്ക് എത്തി. പിന്നെ അങ്ങോട്ട് വലിയ അവരുടെ ധൈര്യം, അവരുടെ പ്രശ്നങ്ങൾ ഇത് നമ്മൾ കാണാതിരുന്നു. അല്ലാതെ ഇത് ആരെങ്കിലും പറഞ്ഞയച്ചവരല്ലത്. ഇത് യഥാർത്ഥ കർഷകരാണ്. അത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് ആരൊക്കെ സാമ്പത്തിക സൗകര്യമുള്ള ആളെ അയച്ചു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അങ്ങനെയാണോ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത്? സാധാരണ ഈ സമരം തീരാൻ പോകുന്നില്ല. തോമസ് മാഷിന്റെ തൊട്ടടുത്ത പ്രദേശമാണല്ലോ ഇടുക്കി. അവിടെയുള്ള ഏലം കർഷകന്മാരോട് മാഷിന് ഇത് പോയി സംസാരിക്കാൻ കഴിയുമോ? മാഷേ, ദുഃഖത്തോടെ പറയാം, കേരളത്തിലെ BJP-യുടെ സമീപം തെറ്റ. ഇവിടെ നാണ്യവിളകളാണ് കേരളത്തിലുള്ളത്. പരിമിതമായ കർഷക വൃത്തിയാണ് നമുക്ക് കേരളത്തിൽ. അതല്ലല്ലോ നമ്മൾ UP ചെന്നാലും, മധ്യപ്രദേശിൽ ചെന്നാലും, ഹരിയാനയിൽ ചെന്നാലും, പഞ്ചാബിൽ ചെന്നാലും അവിടെ വലിയ കൃഷിയാണ് നടക്കുന്നത്. ആന്ധ്രയിൽ ചെന്നാലും ഇത് കാണാതെ കേരളത്തിൽ എന്താ ചോദിക്കുക? കേരളത്തിലെ നാണ്യവിളകൾ, തെങ്ങ്, ഇതൊക്കെ ഏലം, ഇവിടെയാണോ ഇവിടെ അല്ലല്ലോ ഏറ്റവും വലിയ പ്രശ്നം അനുഭവപ്പെടുന്നത്? ഉത്തരേന്ത്യയിലാണ്, നമ്മുടെ ഏറ്റവും ഉത്പാദനം നടക്കുന്ന സ്ഥലങ്ങളിലാണ്. അതെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാഷ് നേരത്തെ പറഞ്ഞ പോയിന്റുമായി ബന്ധപ്പെടുത്തി മാഷ് പറഞ്ഞ ഈ കാര്യത്തെ കുറിച്ച് ഞാൻ വിശദീകരിക്കാം. മാഷ് നേരത്തെ എന്താ പറഞ്ഞത്? കാർഷിക വൈവിധ്യമുള്ള നാടാണ് നമ്മുടെ ഭാരതം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ കാർഷിക വൈവിധ്യമുള്ള നാടാണെങ്കിൽ ആ വൈവിധ്യത്തിന്റെ ഭാഗം തന്നെയാണ് ഈ നിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കിടക്കുന്നത്. ആ വൈവിധ്യത്തെ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലാണ് ഏത് കാർഷിക വിളയായാലും ആ കാർഷിക വിളക്ക് കർഷകൻ ആഗ്രഹിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവൻ അർഹതപ്പെട്ട രീതിയിലുള്ള ഉൽപ്പന്ന വില കിട്ടാവുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടിയാണ് ഈ നിയമം നടപ്പിലാക്കാൻ പോകുന്നത്. അത് അല്ല, മണ്ഡികളെ കുറിച്ച്, മണ്ഡികളിൽ നിന്നും പുറത്ത് റിലയൻസ് പോലെയുള്ള സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. അവിടെയാണ് പ്രശ്നം. അതുപോലെ തന്നെ ഈ നമുക്കറിയാം ഈ ഹോർഡിംഗ്, ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, നമ്മുടെ പലപ്പോഴും പിന്നെ പ്രത്യേക സാഹചര്യത്തിൽ ഉള്ളിയുടെ വില കൂടാറുണ്ട്. ഉള്ളിയുടെ വില കയറുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യും. അതിന് പ്രധാന കാരണം ഹോർഡിംഗ് ആണ്. ആ ഹോർഡിംഗ് പോലും ഇന്ന് നടക്കുന്ന വിധത്തിൽ ആ 3ാമത്തെ നിയമത്തിൽ ഹോർഡിങ്ങിനെ സംബന്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് സംഭരിച്ചു വെക്കാം.
അല്ല, ഹോർഡിംഗ് ലീഗലാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ലീഗലാക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ അത് കുറ്റകൃത്യമാണെങ്കിൽ ഇപ്പൊ ലീഗലാക്കുന്നു. അത് ഇത് ലീഗലാക്കുന്നു. എങ്ങനെ ഇത് അംഗീകരിക്കാൻ പറ്റും? അല്ല, ഇത് പ്രൊഫസർ കെ വി തോമസ്, ഞാൻ നേരത്തെ ഷുക്കൂറിനോട് ചോദിച്ചത് തന്നെയാണ്. അതായത് ഇത് ഒരു ഉണർവ് ഏകിയിരുന്നു ഇന്ത്യയിലെ പ്രതിപക്ഷത്തിനാകെ. സമരമാകാം, അത് നരേന്ദ്രമോദി സർക്കാരിനെ പിടിച്ചുലക്കാൻ പോകുന്ന സമരം പോലും സാധ്യമാണ് എന്നുള്ള കൃത്യമായ രീതിയിലുള്ള ഒരു മാർക്കിംഗ് ഈ സമരത്തിലുണ്ടായിരുന്നു. ഇന്ന് അക്രമാസക്തമായതോടുകൂടി ആ പ്രതീക്ഷ കോൺഗ്രസിന് കൈവിടുന്നുണ്ടോ? കോൺഗ്രസ് അടക്കമുള്ള എന്താ ചോദ്യം ഇത്? നമ്മളെല്ലാവരും എതിർക്കുന്നു, നമ്മൾ ഇത് ശരിയല്ല തെക്കോട്ടെ. പക്ഷേ അതുകൊണ്ടൊരു സമരത്തെ തകർക്കാൻ കഴിയില്ല. ഈ സമരത്തിന്റെ വികാരമുണ്ട്, ഇതിനൊരു ആത്മാവുണ്ട്. ആ ആത്മാവ് എന്താ? കർഷകരുടെ ആത്മാവാണ്. അതിനെ തകർക്കാൻ വേണ്ടി ഒരു ഇൻഷുറൻസ് തെറ്റാണ്. അത് തിരുത്തേണ്ടതായിരുന്നു, പ്രിവെന്റ് ചെയ്യേണ്ടതായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് ഏജൻസികളിൽ. ഇതിനെന്തിനാ പിന്നെ ഇന്റലിജൻസ് വകുപ്പൊക്കെ? അതുപോലെ എനിക്കറിയാം ചെങ്കോട്ടയെ നന്നായിട്ട്. ചെങ്കോട്ടை നമുക്ക് നടന്നു കയറാൻ നോക്കത്തില്ല. അവിടെ അത്രമാത്രം സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് ഉണ്ട്. അവിടെ എങ്ങനെ കയറി? ഇത് മുൻകൂട്ടി എന്തുകൊണ്ട് കണ്ടിട്ട് ഗവൺമെന്റ്? റിപ്പബ്ലിക് ഡേ ഇത്രയും സമരം നടക്കുമ്പോൾ എന്ത് പ്രിക്കോഷൻ ഗവൺമെന്റ് എടുത്തു? ഇതിനൊക്കെ ഗവൺമെന്റ് മറുപടി പറയണ്ടേ? പക്ഷേ ലാൽഖിലയിൽ പ്രൊഫസർ കെ വി തോമസ്, ലാൽഖിലയിലുള്ള ഇന്ത്യൻ പതാക പാറിക്കളിക്കേണ്ടിടത്ത് ഒരു മഞ്ഞക്കൊടി പാറിക്കളിക്കുമ്പോൾ രാജ്യത്തെ സ്നേഹിക്കുന്നവർ അതൊന്നും അങ്ങനെ ഇഷ്ടപ്പെടില്ല. പക്ഷേ അതാണ് അതിൻ്റെ പ്രശ്നം. അല്ല, അതൊന്നും എല്ലാവരും പറഞ്ഞല്ലോ. ഇത് ആരെ എതിർക്കാത്തത്? നമ്മളെല്ലാം എതിർക്കുന്നു. അതാണ് ആദ്യമേ പറഞ്ഞത്. ഇത് നമ്മൾ അംഗീകരിക്കുന്നില്ല. ചെങ്കോട്ടയിൽ മറ്റൊരു പതാക പക്ഷെ അത് ആരാ തടയേണ്ടത്? ഇതിനെക്കുറിച്ച് നമുക്കൊരു ഇന്റലിജൻസ് വിഭാഗമില്ലേ? എന്താ ഗവൺമെന്റ് പറയാത്തത്? മാത്രം റിപ്പബ്ലിക്കിന്റെ പരേഡ് നടക്കുന്ന ദിവസമാണ് ഈ റാലി നടക്കുന്നത്. ആവശ്യമായ പ്രിവെൻഷൻ നടത്തേണ്ട കാര്യമില്ലേ? അല്ല, എന്താ ആവശ്യമായ പ്രിവെൻഷൻ? ഇവര് പോകുമ്പോ കൂടെ പോകാനല്ലാതെ പോലീസിന് എന്താ കഴിയും? അവിടെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉണ്ടായിരുന്നു, CRPF ഉണ്ടായിരുന്നു, ദില്ലി പോലീസ് ഉണ്ടായിരുന്നു. എന്താ ചെയ്യാൻ കഴിയുക? പോകുമ്പോ വെടിവെക്കണം എന്നാണോ നിങ്ങൾ ആഗ്രഹിച്ചത്? വെടിവെക്കാൻ ആരും പറഞ്ഞിട്ടില്ല. അത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് സംഭവം? അത് ഈ ഒരു സംഭവം വെച്ചുകൊണ്ട് കർഷക സമരത്തിനെതിരായിട്ടാണ് ഗവൺമെന്റ് വരുന്നതെങ്കിൽ അതുകൊണ്ടൊന്നും നടപ്പിലാക്കാവുന്ന കാര്യമല്ല. അതൊന്നും ഗവൺമെന്റ് വിചാരിക്കേണ്ട. തോമസ് മാഷെ, ഞാനൊരു കാര്യം ചരിത്രത്തിൽ അങ്ങേക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിക്കോട്ടെ. മഹാത്മജി ഭാരതത്തിൽ തുടക്കം കുറിച്ച ആദ്യത്തെ സമരം ഏതായിരുന്നു? ചമ്പാരൻ സമരം. എനിക്ക് മാഷ്കൊക്കെ അറിയാലോ അതിന്റെ കാര്യം. ഈ ചമ്പാരൻ സമരത്തിന്റെ പശ്ചാത്തലം എന്തായിരുന്നു? കർഷകന്മാർ വലിയ വ്യാമോഹത്തിന് അടിമപ്പെട്ടു. എന്നിട്ട് അവരുടെ പരമ്പരാഗതമായ കൃഷി രീതി മുഴുവൻ നശിപ്പിച്ച് അവരുടെ കൃഷിയിടങ്ങളിൽ മുഴുവൻ നീലം കൃഷി ചെയ്തു. നീലം കൃഷി ചെയ്ത് കഴിഞ്ഞപ്പോൾ വിളവെടുക്കാൻ നേരത്ത് സർക്കാർ എന്താ ചെയ്തത്? ബ്രിട്ടീഷ് സർക്കാർ എന്താ ചെയ്തത്? ഈ നീലം മൊത്തമായി വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മൾ പറയുന്ന പോലുള്ള മണ്ഡി സമ്പ്രദായം ഈ ചമ്പാരൻ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത് അതുപോലെ തന്നെയാണ് വരാൻ പോകുന്നത്. ചമ്പാരൻ സമരത്തിന് ആധാരമായ വിധത്തില് കർഷകരുടെ പരമ്പരാഗതമായ കൃഷി രീതികൾ മാറ്റി കോർപ്പറേറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള കൃഷി ചെയ്യാനാണ് ഇപ്പോഴത്തെ ഈ നിയമം കൊണ്ട് കഴിയുക. ചമ്പാരൻ തന്നെയാണ് ശരിയായ ഉദാഹരണം. തെറ്റാണ് നിങ്ങൾ പറയുന്നത്. പരമ്പരാഗതമായ കൃഷി രീതി നശിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് പരമ്പരാഗതമായ കൃഷി രീതി നിലനിർത്തിക്കൊണ്ട് തന്നെ ആ കൃഷിയിലൂടെ കർഷകരും കോർപ്പറേറ്റുകൾ പറയും ഇവിടെ ഏത് ഉരുളക്കിഴങ്ങ് വിളയിക്കണമെന്ന് കോർപ്പറേറ്റുകൾ പറയും നാളെ. പക്ഷേ കെ വി തോമസ് മാഷ് പറഞ്ഞു കൊടുക്കും. അവര് തീരുമാനിക്കും എന്ത് കൃഷി ചെയ്യണമെന്ന്. നമ്മള് പരുത്തി കൃഷിയിൽ കണ്ടതല്ലേ? തോമസ് മാഷെ, റിലയൻസിന്റെ എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നു? റിലയൻസുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ മാർക്കറ്റിലുണ്ട്? റിലയൻസ് നിശ്ചയിക്കുന്ന പണത്തിനാണോ നമ്മൾ വാങ്ങുന്നത്? അതോ അത് വില നിർണ്ണയിക്കാനുള്ള അവകാശങ്ങളും അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളും നമ്മുടെ നാട്ടിലില്ലേ? ആ നിയമത്തിനും സംവിധാനത്തിനും വിധേയമായിട്ടല്ലാതെ റിലയൻസിന് സ്വന്തമായി എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് മാഷ് പറയുന്നത്? ഇതൊന്നുമില്ലാതെ കോർപ്പറേറ്റുകൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് മാത്രമേ ഈ കൃഷിയിടങ്ങളിൽ വിളയിക്കാവൂ എന്നുള്ള അനൗപചാരിക നിബന്ധനകൾ കർഷകരിൽ വെച്ചിരിക്കുന്നു, അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല അവരുടെ വിത്ത് ഉപയോഗിക്കുന്നതിനുള്ള അനുവാദമില്ലായ്മ. ഇതൊക്കെ നമ്മുടെ നിയമത്തിന്റെ സർക്കിളിൽ കേട്ടതല്ലേ ശ്രീ സദാനന്ദ മാസ്റ്റർ?
നികേഷ്, ഞാൻ ചോദിക്കട്ടെ, റിലയൻസിന്റെ ഉൽപ്പന്നമായ മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഈ മൊബൈൽ സിം കാർഡിന്റെ വില നിശ്ചയിക്കുന്നത് റിലയൻസ് ആണോ അതോ സർക്കാർ സംവിധാനത്തിലൂടെയാണോ? റിലയൻസ്, എന്താ സംശയം? റിലയൻസിന് അതിന്റെ തീരുമാനം എടുക്കുന്ന എല്ലാ കാര്യത്തിലും നമ്മൾ ആരെങ്കിലും ആണോ? സാധാരണ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിച്ചു 33 പൈസയും 35 പൈസയും. ക്രൂഡ് ഓയിലിന്റെ വില വർധനവിനനുസൃതമായിട്ടാണല്ലോ ഇവിടെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കാറുള്ളത്. ക്രൂഡ് ഓയിൽ വില താഴ്ന്നിരിക്കുന്ന ഘട്ടത്തിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില തനിയെ ഉയരുകയാണ്. ഇന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വില പെട്രോളിന് രേഖപ്പെടുത്തിയ ദിവസമാണ് സദാനന്ദ മാഷ്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതൊക്കെ ആരുടെ താല്പര്യപ്രകാരമായിട്ടാണ് സംഭവിക്കുന്നത്? ഏത് വിലയുമായി ടാലി ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ വില ഇങ്ങനെ ഉയർത്തിയിരിക്കുന്നത്? നികേഷ്, ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിർണ്ണയ അവകാശം കമ്പനികൾക്ക് കൊടുത്താരാ? BJP ആണോ? അല്ല, ഞങ്ങളാണ് കൊടുത്തതെന്ന് വെച്ചോ. നിങ്ങളൊക്കെ പുതിയ ഗവൺമെന്റ് വന്നില്ലേ, ജനങ്ങളുടെ അങ്ങേയറ്റം വന്ന ഗവൺമെന്റ് ഇല്ലേ, ഞങ്ങളെടുത്ത തീരുമാനം തെറ്റാണെങ്കിൽ നിങ്ങൾ അതല്ലേ വേണ്ടത്? അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ. മാഷ് തന്നെ പറയുന്നു നിയമം പിൻവലിക്കാൻ പറ്റില്ല, നിയമം പാർലമെന്റ് പാസ്സാക്കിയല്ല, പെട്രോളിന്റെ പാർലമെന്റ് പാസ്സാക്കിയ നിയമമല്ല, ഗവൺമെന്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് റെഗുലേഷൻ. അത് ഗവൺമെന്റ് മാറ്റാം. അതെ, എന്തുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിർണ്ണയ അവകാശം റിലയൻസിനാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനിക്കാണ് എന്ന് പറയുന്നതിന്റെ യുക്തിയാണ് ഞാൻ ചോദിച്ചിരുന്നത്. അതിനൊരു സംവിധാനം ഈ നാട്ടിലില്ലേ? ആ സംവിധാനം ഉണ്ടാക്കിയത് നിങ്ങളല്ലേ? അതേപോലൊരു സംവിധാനം ഈ കാർഷിക നിയമം നടപ്പിലാകുമ്പോൾ കർഷകന്മാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്ന വിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള സംവിധാനം ഈ നാട്ടിലില്ലേ? ആ സംവിധാനമായിട്ടല്ലാതെ എങ്ങനെയാണ് ഈ കമ്പനികൾ സ്വമേധയാ വില നിശ്ചയിക്കാൻ സാധിക്കുക? നേരത്തെ 2014 പല ഉപതെരഞ്ഞെടുപ്പുകൾ വന്നപ്പോഴും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ഒക്കെ തന്നെയും വലിയ ആവേശം കോൺഗ്രസിനും പ്രതിപക്ഷ സംഘടനകൾക്കും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല 2019 ആകുമ്പോഴേക്കും. ഇപ്പോൾ കേരളം അടക്കമുള്ള 5 നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഇപ്പോൾ കർഷക സമരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ UDF-ഉം LDF-ഉം ഒരേപോലെ കർഷക സമരത്തെ പിന്തുണയ്ക്കുന്നവരാണ്. ബാക്കി 4 ഇടങ്ങളിലും നിങ്ങൾ ഒരുപോലെ യോജിച്ച് നിൽക്കുകയുമാണ്. ഇതൊരു തുടക്കമാകാനിടയുണ്ടോ? ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഈ സമരം 2024 വരെയുള്ള നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായി മാറ്റാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഷുക്കൂർ സാഹിബ്? അല്ല, ഈ കർഷക ദ്രോഹ നടപടികൾ നടത്തുന്നത് പോലെ BJP-യുടെ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് പോയാൽ ഒരു വലിയ പ്രക്ഷോഭത്തിന്റെ കാലഘട്ടത്തിലേക്ക് ഈ രാജ്യം പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട നികേഷ്. കാരണം അത്തരത്തിൽ ഇത് നോക്കൂ, ഏത് രൂപത്തിലാണ് ഈ സമരത്തെ നേരിടുന്നത് ഒരു സർക്കാർ. 60 ദിവസം പിന്നിടുമ്പോഴും രാജ്യത്തിന്റെ മഹത്വായ പരമാധികാര റിപ്പബ്ലിക് ആയതിന്റെ 72ാം വാർഷിക ദിനത്തിൽ കാലേക്കുട്ടി പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ച ഒരു സമര രൂപത്തെ അതിനെ ഏത് രീതിയിലാണ് സർക്കാർ നേരിടുന്നത്? സർക്കാർ ഇങ്ങനെയാണോ ആകേണ്ടത്? അതുകൊണ്ട് ഈ സർക്കാരിന്റെ ഏതൊരു ജനദ്രോഹ നടപടിയും ജനവിരുദ്ധ പ്രവർത്തനവും ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഒരു സംശയം വേണ്ട ശക്തമായ പ്രക്ഷോഭത്തിന്റെ പാതയിൽ തന്നെ നേരിടുന്ന സമൂഹമായി ഈ രാജ്യത്തെ സമൂഹങ്ങൾ മാറുകയാണ്. ഒരു സംശയം ഉണ്ടാകും. ശരി, വളരെ നന്ദി ഷുക്കൂർ. ഒപ്പം തന്നെ സദാനന്ദ മാസ്റ്റർ, KV തോമസ്, P കൃഷ്ണപ്രസാദ്, വളരെ നന്ദി സംസാരിച്ചു. നമസ്കാരം.